अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा सच्चिदानन्दरूपाय कृष्णाय क्लिष्टकारिणे नमो वेदान्तवेद्याय गुरवे बुद्धिसाक्षി. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ പറഞ്ഞതുപോലെ ശ്രീരുദ്ര മഹിമ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. എന്നാൽ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ വലിയ ഒരു ആമുഖം ആവശ്യമാണ്. കാരണം ശ്രീരുദ്രം ഉൾപ്പെട്ടിരിക്കുന്നത് യജുർവേദത്തിലാണ്. യജുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വേദം എന്നുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇതാരെങ്കിലും എഴുതിയതാണോ, ഇതെങ്ങനെ ലഭിച്ചു? ഈ അടിത്തറ ഇല്ലെങ്കിൽ നമുക്ക് ഇവ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് പറയുന്നുണ്ട് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്ന്. ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും കുറച്ച് സംശയമായിരുന്നതിന് മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത എന്നൊക്കെ പറയും. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കുറച്ചുകൂടി അറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മളുടെ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് വേദമാണ് എന്ന് മിക്കവരും പറയുന്നുണ്ട്. പക്ഷേ വേദം നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥമാണെങ്കിലും സാധാരണക്കാർക്കുള്ളതാണോ ഇത്, ബ്രാഹ്മണർ എന്ന് പറയുന്ന പൂർവ്വപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ട്. പുറകിൽ കേൾക്കാവോ? എക്കോ ഉണ്ടോ? ഇവിടെ എക്കോ ഉണ്ടല്ലേ? ഇവിടെ വേദത്തിലെ വിഷയം എന്താണ്? വേദത്തില് 80-85% കർമ്മകാണ്ഡ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ്. ആത്മജ്ഞാനത്തിനെ പറ്റിയുള്ളവ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതായത് വേദം എന്നുള്ളത് സന്യാസിമാർക്കോ ഋഷീശ്വരന്മാർക്കോ ഉള്ളതല്ല. കൂടുതലായിട്ട് അല്ല എന്നല്ല, അവർക്കും വേണം. പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ, കാരണം എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവര് മൊത്തമുള്ള ജനസംഖ്യയിൽ വളരെ കുറച്ചേ ഉള്ളൂ. കൂടുതലായിട്ടും ഭൗതിക ജീവിതം ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾക്കായിട്ടുള്ള കാര്യങ്ങളാണ് വേദത്തിൽ കൂടുതലുള്ളത്. അപ്പൊ നമ്മളെ പോലുള്ളവർ അത് ആശ്രയിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട അറിവുകൾ തന്നിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദം. എന്നാൽ ഇത് ഗ്രന്ഥമായിരുന്നോ? എപ്പോഴാണ് ഇത് ഗ്രന്ഥം ആക്കപ്പെട്ടത്? ഇതിന് ഒരു ഉടമയുണ്ടോ എഴുതിയതിന്? നമുക്ക് നോക്കിയാൽ അറിയാം. സാധാരണ പുസ്തകങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ പേര് കാണും. എന്നാൽ വേദത്തിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. അപ്പൊ വേദം എന്നുള്ള വാക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് പേര് കണ്ടില്ല എന്ന് മനസ്സിലാവും. വേദം എന്നാൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വിശേഷത്തെ സംബന്ധിച്ച അറിവ്. അതെന്ത് വേണമെങ്കിലും ആകാം, പക്ഷെ പൂർണ്ണമായിട്ടുള്ള അറിവാണ്. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തെ, വിശേഷത്തെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ്. ഇതാണ് വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇനി ഈ അറിവ് ആര് നമുക്ക് തന്നു? ഇത് എവിടെ നിന്ന് വന്നു? അപ്പോൾ സാധാരണയായിട്ട് പറയാറുള്ളത് വേദം അപൗരുഷേയം ആണെന്നാണ്. ഈ അപൗരുഷേയം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്? പുരുഷനാൽ എഴുതപ്പെട്ടതല്ല എന്നാണ്. അങ്ങനെയല്ല അപൗരുഷേയം എന്ന വാക്കിന്റെ അർത്ഥം. പൗരുഷേയമായ എന്നുള്ളത് നോക്കിയാൽ അപൗരുഷേയം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന് വാൽമീകി മഹർഷി രാമായണം എഴുതി. അതേപോലെ അതിനു മുമ്പ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. നമ്മള് കിളിപ്പാട്ട് രാമായണത്തിൽ പഠിക്കും, ബ്രഹ്മദേവൻ 100 കോടി ശ്ലോകങ്ങളിൽ രാമായണം എഴുതി. അത് ഭൂമിയിലല്ല തന്മേൽ എന്ന് പറയുന്നുണ്ട്. ഭൂമിയിലല്ല, അത് 100 കോടി ശ്ലോകങ്ങളിലാണ്. ഇവിടെ 24,000 ശ്ലോകങ്ങളില് രചിച്ചു എന്ന് പറയുന്ന വാൽമീകി രാമായണം ഇതിനു മുമ്പ് ആരും അതുപോലെ രചിച്ചിട്ടില്ല. അതിന് പറയുന്ന പേരാണ് പൗരുഷേയമായിട്ടുള്ള ഗ്രന്ഥം. ഇതുപോലെ നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ എടുക്കാൻ സാധിക്കും. മഹാഭാരതം എടുക്കാം, വ്യാസഭഗവാൻ
അതുപോലെ അതിന് മുമ്പ് ആരെങ്കിലും രചിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം രചിച്ചിട്ടില്ല. എന്നാൽ വേദത്തിലെ ഏത് അറിവെടുത്താലും ആ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പറയും ഇത് അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നും ലഭിച്ചതാണ്. അതെവിടെ നിന്ന് കിട്ടിയതാണ്? അത് അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നും ലഭിച്ചതാണ്. ഇതിങ്ങനെ പോകും. അതായത് ഇതെവിടെ നിന്ന് പുറപ്പെട്ടു, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉപജ്ഞാതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെന്ന് നിൽക്കുന്നത് ഈശ്വരനിലാണ്. നമ്മൾ ഗുരുപരമ്പരാ സ്തോത്രം പഠിക്കും. പല ഗുരുപരമ്പരാ സ്തോത്രമുണ്ട്. അപ്പൊ ഞാനിവിടെ ഒന്ന് ചൊല്ലി സദാശിവ സമാരംഭ. കാരണം അറിവിന്റെ ആ മൂർത്തിയായിട്ട് നമ്മൾ ദക്ഷിണാമൂർത്തിയാണ് പറയുന്നത്, അല്ലെ? സദാശിവ സമാരംഭ, മഹാദേവനിൽ തുടങ്ങി ശങ്കരാചാര്യ മധ്യമ. കുറെ കഴിയുമ്പോൾ ആദിശങ്കരാചാര്യ വരുന്നു. പിന്നെയോ അസ്മദാചാര്യ പര്യന്തം. എന്റെയും ഗുരു ഉൾപ്പെടുന്ന ഗുരു പരമ്പരയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇനിയും കിടക്കുന്നു വരാൻ ഇഷ്ടം പോലെ ഗുരു. അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങി? ഗുരു പരമ്പര സദാശിവനിൽ നിന്നും തുടങ്ങി. ആ ബ്രഹ്മം അതിൽ തന്നെ തുടങ്ങി. ഇനി മറ്റൊരു ഗുരുപരമ്പരാ സ്തോത്രമുണ്ട്. നാരായണം പത്മഭൂം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്ര മധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യ മധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യേ തം തോടകം വാർത്തിക കാരമന്യം അസ്മത് ഗുരുവും സന്തതം ആനതോസ്മി. ഇത് എവിടെയാ തുടങ്ങുക? നാരായണനിൽ തുടങ്ങും. നാരായണം അദ്ദേഹം ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? ഭഗവാൻ നാരായണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മെന്ന് വെച്ചാൽ മതി. പത്മഭുവം അദ്ദേഹം തന്റെ പുത്രനായിട്ടുള്ള ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാവ് തന്റെ പുത്രനായിട്ടുള്ള വസിഷ്ഠന് ഉപദേശിച്ചു കൊടുത്തു. തത്പുത്ര പരാശരം ച വ്യാസം ശുകം, ഇതെല്ലാം മക്കളാണ്. ശുകം വരെ എത്തി. അവിടെ വരെ അച്ഛനും മകനും ഒക്കെയാണ്. പിന്നെയോ ശുഖബ്രഹ്മമാണ്. പിന്നെ എന്താണ്? ഗൗഡപദം മഹാന്തം. ഗൗഡപാദാചാര്യർ, അദ്ദേഹത്തിൽ നിന്ന് ഗോവിന്ദ ഭഗവത് പാദർ, ശങ്കരാചാര്യർ, ശങ്കരാചാര്യരുടെ 4 ശിഷ്യന്മാർ, തോടകാചാര്യർ, ഹസ്താമലകൻ, ഇങ്ങനെ പോകും. പാദാചാര്യർ, ഇങ്ങനെ പോകും. ഇങ്ങനെയുള്ള എന്റെയുമായിട്ടുള്ള ഒരു പരമ്പരയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ഈശ്വരനിൽ നിന്നും ഈ അറിവ് പുറപ്പെട്ടു. വേദം അപൗരുഷയമാണെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. എന്നാൽ അടുത്തതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വേദത്തിലെ ചില അറിവുകൾ എടുത്തിട്ട് ആളുകൾ പറയും വേദം സയൻസാണ്, സയന്റിഫിക് ആണ് എന്ന് പറയും. അതായത് വേദത്തിലുള്ള എല്ലാത്തിനെയും സയന്റിഫിക് ആയിട്ട് വ്യാഖ്യാനിക്കാനുള്ള ഒരു രീതി പ്രവണത ഇന്ന് കാണുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? ഇത് വളരെയധികം തെറ്റാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ആചാര്യന്മാർ പറയും, ഭഗവാൻ സത്യസായി ബാബ പറയുന്നുണ്ട്, എവിടെയാണോ സയൻസ് അവസാനിക്കുന്നത് അവിടെ ആധ്യാത്മികത തുടങ്ങും, സ്പിരിച്വാലിറ്റി തുടങ്ങും. അപ്പൊ ഇത് വെറും ഭംഗിവാക്കായിട്ട് പറഞ്ഞിരിക്കുന്നതല്ല. അതിന് കാരണം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ സയൻസിന് പുറത്തുള്ളതാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളും അവയാൽ സൃഷ്ടിതമായിട്ടുള്ള വസ്തുക്കളെയും അതുണ്ടാക്കുന്ന പരിണാമത്തെയും അവയിൽ നിന്ന് എന്തുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണല്ലോ സയൻസ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഭൗതിക ശാസ്ത്രം എന്നൊക്കെ പറയുന്നത്, ഭൂതങ്ങളെ കൊണ്ട് പഠിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതിനെ പറ്റിയോ? പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണ്? സൃഷ്ടി പ്രക്രിയ നോക്കിയാൽ ഈശ്വരൻ ഏകനായിരുന്നു, ബ്രഹ്മം. അപ്പൊ പഞ്ചഭൂതങ്ങളും അത് തുടങ്ങുന്നതും തൊട്ട് മാത്രമേ സയൻസിന് പരാമർശമുള്ളൂ. ആ സയൻസ് എവിടെ അവസാനിക്കുന്നു അതിനപ്പുറം തൊട്ടാണ് വേദം പരാമർശിക്കുന്നത്. വേദത്തിൽ എന്താണ്? ആ ഈശ്വരനെ പറ്റി, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ പറ്റി. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ്. അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ പറ്റി, അതിനപ്പുറമുള്ളതിനെ പറ്റി പരാമർശിക്കുന്നത് കൊണ്ടാണ് എവിടെ സയൻസ് അവസാനിക്കുന്നു അവിടെ വേദം തുടങ്ങുന്നു, അവിടെയാണ് വേദം നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് സയന്റിഫിക് ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചില ഉദാഹരണങ്ങൾ കൊടുക്കും എല്ലാവർക്കും മനസ്സിലാകുന്നതിനായിട്ട്.
ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീയുടെ വയറ്റിലുള്ള കുട്ടിയെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വയറ്റിലുള്ള കുട്ടി എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഉദാഹരണം പറയുന്നുണ്ട്. എപ്പോഴാണ് നമ്മൾ ഉദാഹരണം ഉപയോഗിക്കുന്നത്? എങ്ങനെയുള്ളവയാണ് ഉദാഹരണമായിട്ട് തിരഞ്ഞെടുക്കുക? ഉദാഹരണം നമുക്കൊരാശയം അത്ര മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ ഒരു ഉദാഹരണം വെച്ച് പറയും. ഇനി ഉദാഹരണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കും? എല്ലാവർക്കും അറിയാവുന്ന എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള എന്താണെന്നറിയോ? ഈ വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആശയമാണ്. പക്ഷെ ആ വയറ്റിലുള്ള കുട്ടി എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിന് ഉപമിക്കുന്നത് എങ്ങനെയാണോ ഈ ഭൂമിക്കുള്ളിൽ അഗ്നി സ്ഥിതി ചെയ്യുന്നത് അതുപോലെയാണ്. അത് ഉദാഹരണമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഭൂമിക്കുള്ളിൽ അഗ്നി സ്ഥിതി ചെയ്യുന്നത് പോലെ ഒരമ്മയുടെ വയറ്റിനുള്ളിൽ കുഞ്ഞ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്കുള്ളിൽ അഗ്നിയുണ്ട് എന്നുള്ളത് അന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു അറിവായിരുന്നു എന്ന് സാരം. മാത്രമല്ല, ഈ 100-150 വർഷമായിട്ടുള്ളൂ ഈ അഗ്നിപർവ്വതം ലാവ എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട്, അല്ലെ? ഇത് എപ്പോഴും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഗ്രന്ഥമൊക്കെ ആക്കിയത് പിന്നെ, അല്ലെ? അപ്പോൾ അന്നേ ഇത് പറഞ്ഞിരിക്കുന്നു, ഭൂമിക്കടിയിൽ ഉള്ളിൽ അഗ്നി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഈ ഉദാഹരണം എടുത്തിട്ട് നമ്മൾ പറയും, കണ്ടോ വേദത്തിൽ സയൻസ് ഉണ്ട്. ഈ ഉദാഹരണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എടുത്തിട്ട് പറയും സയൻസ് ഉണ്ട്. സയൻസിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല വേദം. സയൻസ് എവിടെ തീരുന്നു അതിനപ്പുറം തുടങ്ങും. അതായത് വേദം എന്താണ് നമുക്ക് തരുന്നത് അതുകൂടി മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമാകും. വേദം തരുന്നത് അലൗകിക വിഷയങ്ങളെയാണ് വേദം ചർച്ച ചെയ്യുന്നത്. അലൗകിക വിഷയങ്ങൾ. അപ്പൊ ഈ അലൗകിക വിഷയങ്ങൾ എന്താണ്? തിരിച്ച് ലൗകിക വിഷയം പഠിച്ചാൽ അലൗകിക വിഷയം ചർച്ച ചെയ്യാൻ പറ്റും. ഇപ്പോ മഴ പെയ്യുന്നില്ല, എത്രയോ കാലമായിട്ട് മഴ പെയ്യുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല വഴികളൊക്കെ നോക്കി. ഇന്ന് കൃത്രിമമായിട്ട് മഴ പെയ്യിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ടല്ലോ. അതൊന്നുമില്ല, മഴ പെയ്യുന്നില്ല. അതുപോലെ എന്തെങ്കിലും ഒരു രോഗം എല്ലാ തരത്തിലുള്ള ചികിത്സയും ചെയ്യും, ഒരു ഫലവും ഇല്ല. മറ്റൊന്ന്, കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചികിത്സയും ചെയ്തു, കുട്ടി ഉണ്ടാകുന്നില്ല. എന്നിട്ട് അവസാനം ചിലപ്പോൾ ഒരു ജ്യോത്സ്യന്, നല്ലൊരു ജ്യോത്സ്യന്റെ അടുക്കലോ ഒക്കെ പോകുമ്പോൾ അദ്ദേഹം പറയും, ഇന്നയൊരു വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇന്ന ഒരു കർമ്മം ചെയ്യുക, അല്ലെ? ഇന്ന മന്ത്രം ഇത്ര ദിവസം ജപിക്കുക എന്ന് പറയും. കുട്ടി ഉണ്ടായിന്ന് വെക്കുക, രോഗം മാറിയെന്ന് വെക്കുക. ഇത് ഈ കർമ്മം ചെയ്തതുകൊണ്ടാണ്. ഇത്രയും കാലം ഉണ്ടായിട്ടില്ല, കുട്ടി ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം എല്ലാ ചികിത്സകളും ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. ചികിത്സയെല്ലാം നിർത്തി. എന്നിട്ടാണ് വേദത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ആ യാഗോ ഹോമോ യജ്ഞോ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തത്, രോഗം മാറി. പക്ഷേ ഈ കർമ്മം ചെയ്തതുകൊണ്ടാണ് രോഗം മാറിയതെന്ന് തെളിവുണ്ടോ? ആളുകൾ ചോദിച്ചാൽ തെളിവുണ്ടോ? തെളിവില്ല. ഇതിനാണ് അലൗകികമായിട്ടുള്ള ഉപായം. ലൗകിക ഉപായങ്ങളുടെ ഇവിടെ വേദത്തിന് സ്ഥാനമില്ല. എല്ലാം കഴിഞ്ഞ്, എല്ലാ ഉപായങ്ങളും കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്താണ് ഈ അലൗകിക ഉപായം പ്രവർത്തിക്കുക. അതിന് തെളിവില്ല. അതുകൊണ്ടാണ് കുമാരില ഭട്ടപാദർ പറഞ്ഞിരിക്കുന്നത് എന്താണ് വേദം. വേദം എന്താന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമോ അനുമാനമോ അല്ലാത്തത്, അതിനപ്പുറം. അപ്പൊ പ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യം, അപ്പൊ നമുക്ക് മരുന്ന് കഴിച്ചു രോഗം മാറി, അത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഇവിടെ ലൈറ്റ് ഇട്ടു വെളിച്ചം കാണുന്നു. ഈ പ്രത്യക്ഷമായതിന് നമുക്ക് വേദത്തിന്റെ ആശ്രയം വേണ്ട, അല്ലെ? അനുമാനം, ദൂരെ പുക കണ്ടാൽ നമുക്ക് എന്തറിയാം? അവിടെ തീ ഉണ്ടെന്നറിയാം. അനുമാനത്തിലൂടെയും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തത് കുമാരില ഭട്ടൻ പറഞ്ഞിരിക്കുന്നതാണ്. വേദത്തിന്റെ ലക്ഷണം എന്താണ്? അതായത് ലൗകിക ഉപായങ്ങൾ അവസാനിക്കുന്നിടത്ത്, അല്ലെങ്കിൽ അലൗകിക ഉപായങ്ങൾ തരുന്നവയാണ് വേദം. അവിടെ നമുക്ക് തെളിവ് കൊടുക്കാൻ പറ്റില്ല.
അവിടെ അത് കൃത്യമായിട്ടത് സംഭവിക്കും. നമ്മൾ ആ മന്ത്രങ്ങൾ ജപിക്കുന്നു, ഹോമങ്ങൾ ചെയ്യുന്നു, അവിടെ കൃത്യമായത് സംഭവിക്കുന്നു. അപ്പൊ ഇതാണ് വേദത്തിന്റെ ഉദ്ദേശം, വേദം നമുക്ക് തരുന്നത്. ഭഗവാൻ സത്യസായി ബാബ പറയും, എന്ന് നമ്മൾ വേദത്തിനെ മറന്നോ, വേദത്തിലുള്ള ആശയങ്ങളെ മറന്നോ, അന്ന് ഭാരതം ആധ്യാത്മിക ഉന്നതിയിൽ പുറകിൽ വരാൻ തുടങ്ങി. വേദ പുനരുദ്ധാരണം മാത്രമേ ഭാരതത്തിന്റെ തിരിച്ചുവരവിന് കാരണമാകുകയുള്ളൂ. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ആചാര്യന്മാർ വേദത്തിന്റെ ഉള്ളിൽ പേരെഴുതി വെക്കാത്തത്? ചില ആചാര്യന്മാരുണ്ട്, അവര് ഗ്രന്ഥം എഴുതിയാൽ പേരെഴുതില്ല. അപ്പോ ഒരിക്കല് ഒരാൾ പറയുന്നത് കേട്ടു, നമ്മളുടെ ആചാര്യന്മാരൊക്കെ എന്ത് മണ്ടന്മാരാണ്, ഇതിലൊന്നും പേരെഴുതി വെക്കാത്തത് കൊണ്ട് അമേരിക്കയും മറ്റു രാജ്യങ്ങളൊക്കെ ഇതിന്റെ പേറ്റന്റ് എടുത്തുകൊണ്ട് പോയി. നമ്മൾ എപ്പോഴും നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ ആചാര്യന്മാരെ നോക്കിക്കാണുന്നത്. നമ്മൾ ഇവിടെ എന്താ പറയാ, മരത്തെ കാണുമ്പോൾ മാനത്ത് കാണുന്നവരാണ് ആചാര്യന്മാർ. അവർക്കറിയാമായിരുന്നു ഈ വേദത്തിലുള്ള അറിവുകളെല്ലാം ഞാൻ കണ്ടുപിടിച്ചതല്ല, ഇതിവിടെ പണ്ട് തന്നെ ഉള്ളതാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ നമ്മൾ സയൻസ് എടുക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ പറയും അയ്യോ ന്യൂട്ടൺ കണ്ടുപിടിച്ചു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഭൂമിയുള്ള കാലം തൊട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ? അല്ലേ? ഭൂമി ഉണ്ടായത് തൊട്ട് ന്യൂട്ടൺ ഉണ്ടോ? നമുക്കിപ്പോഴേ മനസ്സിലായുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചാൽ അടുത്ത ചോദ്യം വരും, ഭാരതമാണോ ഈ വേദം കണ്ടുപിടിച്ചത്? ഈ അറിവിന്റെ ജന്മഭൂമി ഭാരതമാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എല്ലായിടത്തും ഇല്ലേ? ഭാരതത്തിൽ മാത്രമാണോ? എല്ലായിടത്തും അറിവുണ്ട്. പക്ഷെ ഭാരതത്തിലുള്ള ആചാര്യന്മാർക്ക് എന്തുകൊണ്ട് ഇത് കൂടുതൽ വെളിപ്പെട്ടു? അല്ലെ? ദർശനത്തിനെ പറ്റിയൊക്കെ ഇനി പറയാം. വെളിപ്പെട്ടതിന് കാരണം മറ്റു രാജ്യങ്ങൾ പലപ്പോഴും ഭോഗഭൂമികളാണ്. അവര് ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്, അതിനുവേണ്ടി തേടി നടക്കുന്നവരാണ്. ഭാരതം യോഗഭൂമിയാണ്, തപോഭൂമിയാണ്. ഇവിടെയുള്ള ആചാര്യന്മാർ അതിനുവേണ്ടി ശ്രമിച്ചു, അവരുടെ ഉള്ളിൽ വെളിപ്പെട്ടു വന്നു. എവിടെയാണോ നന്നായിട്ട് വയല് ഉഴുത് വിത്ത് വിതച്ചിട്ടിരിക്കുന്നത്, മഴ പെയ്താൽ അവിടെ കിളുക്കും, അല്ലെ? ഇവിടെയുള്ള ആചാര്യന്മാർ അത് ദർശിക്കാനായിട്ട് നോക്കിയിരുന്നു, കാത്തിരുന്നു, അതിനുവേണ്ടി തപസ് ചെയ്തു. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇവ വെളിപ്പെട്ടു വന്നു. ഇനി എങ്ങനെയാണ് ഇവ വെളിപ്പെട്ടു വന്നത്? ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുള്ള അറിവാണ്. നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ, ആന്റിന ട്യൂൺ ചെയ്യുന്നത് പോലെ, മൊബൈലിന് സിഗ്നലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ, ആര് കൃത്യമായിട്ട് സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു, അയാളുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരും. ഇതെങ്ങനെയാണ് വെളിപ്പെട്ട് വരിക? ആരെങ്കിലും എന്ന് പറഞ്ഞതാണ്. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അപ്പൊ നാളെ പെട്ടെന്ന് രാവിലെ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ ഉണ്ടാക്കണം. ഇതറിഞ്ഞ ഉടനെ ഓടി നടന്ന് എല്ലാവരോടും ചോദിക്കുകയാണോ ചെയ്യുക? നമ്മൾ ഒന്നിരുന്ന് ആലോചിക്കും, 2 ലക്ഷം രൂപ ഉണ്ടാകാൻ എന്താ വഴി? അപ്പൊ എന്താണ്, കുറേ നേരെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഒരു 2 വഴി തെളിഞ്ഞു വരും, അല്ലെ? ഈ 2 വഴി എവിടെ നിന്ന് തെളിഞ്ഞു വന്നു? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വന്നു, അല്ലേ? ഇത് ദർശനത്തിന്റെ ഏറ്റവും മിനിയേച്ചർ പതിപ്പ്. നമ്മൾ ഏത് വിഷയത്തെ പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരും. ഇപ്പൊ ന്യൂട്ടനോട് എല്ലാവരും ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനെ പറ്റി അറിയാൻ ആഗ്രഹിച്ചോ അതിനെപ്പറ്റി നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ഋഷീശ്വരന്മാർ എന്ത് ചെയ്തു? അവർക്ക് പ്രപഞ്ചത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയണമായിരുന്നു. അതിനെപ്പറ്റി അവർ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. നമ്മൾ അതിന് പറയുന്ന പേരാണ് തപസ്. അവരെ പറയുന്ന പേരാണ് മുനിമാർ. കാരണം അവരെല്ലായ്പ്പോഴും മൗനത്തിൽ ഇരുന്നു. മൗനത്തിൽ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇത്. കാരണം അധികം സംസാരിച്ചുകൊണ്ടിരുന്നാൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല, അല്ലെ? മൗനമായിട്ടിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഏകാന്തതയിലുള്ളത്. നമ്മളുടെ മുനീശ്വരന്മാർ ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തത്. മൗനമായിട്ടിരുന്നാൽ
എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരുന്ന് ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ അറിവുകൾ വെളിപ്പെട്ട് വരൂ. ഞാൻ എപ്പോഴും പറയാം, അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരൊന്നും അധികം സംസാരിക്കാത്തത്. ബുദ്ധിജീവികൾ എന്നൊക്കെ പറയും. കുട്ടികൾ അധികം സംസാരിക്കാത്തപ്പോൾ പല മാതാപിതാക്കൾക്കും വിഷമാണ്. അവൻ വളരെ ഇൻട്രോവേർട്ട് ആണ്, അവൻ ഒബ്സർവേഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും, അവൻ പലതും നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും, അവൻ നാളെ ഒരു ചിത്രകാരനായി മാറാൻ സാധ്യതയുണ്ട്. ചിത്രകാരനാകണമെങ്കിൽ ആ മേഘങ്ങൾ ഇങ്ങനെ പായുമ്പോൾ അതിന്റെ കൂട്ടുകൾ, അതിന്റെ നടുവിലൂടെ വെളുത്ത പക്ഷി പോകുന്നത്, ഇതെല്ലാം അവൻ കൃത്യമായിട്ട് കാണണം. അവന്റെ മനസ്സിൽ ചിന്തിക്കണം, ഇതിനെ ഞാൻ എങ്ങനെ ഒരു പേപ്പർ ക്യാൻവാസിലേക്ക് ആക്കാം, ഇതെല്ലാം അവൻ ചിന്തിക്കണം. അപ്പൊ നമ്മളുടെ ഋഷീശ്വരന്മാർ എന്ത് ചെയ്തു? ഈ പ്രപഞ്ചത്തിലെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാനായിട്ട് തപസ് ചെയ്തു. അവരുടെ ഉള്ളിൽ വെളിപ്പെട്ടു വന്ന അറിവുകളെ നമ്മൾ എന്ത് പറയുന്നു? ദർശനങ്ങൾ എന്ന് പറയും. അതുകൊണ്ട് അവരെ നമ്മൾ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയും. അവര് ഇതിനെ ദർശിച്ചവരാണ്, മന്ത്രദ്രഷ്ടാക്കൾ. അവർ ധാരാളം സൂക്തങ്ങൾ ദർശിച്ചു. സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഉള്ളവ. നമ്മൾ പറയും വസിഷ്ഠ മഹർഷി 104 സൂക്തങ്ങൾ ദർശിച്ചു, വാമദേവ മഹർഷി 56 സൂക്തങ്ങൾ ദർശിച്ചു എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. മഹർഷിമാര് മാത്രമാണോ? ഋഷിമാര് മാത്രമാണോ? ഋഷികമാരുണ്ടായിരുന്നു. ഋഷികമാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിട്ട് ഉള്ളവർ. ഋഷികമാർ ഉണ്ടായിരുന്നു. ഡാൻസ് ഒക്കെ ആണെങ്കിൽ സ്റ്റേജിൽ ലൈറ്റ് വേണം. ഓഡിയൻസിനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പ്രഭാഷണത്തിന് ഓഡിയൻസിന് മുഖം കാണണ്ടേ? എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോകും. ഋഷികമാരുണ്ടായിരുന്നു. ഇപ്പൊ മനുവിന്റെ പുത്രിയായിട്ടുള്ള ഇടയെ യജ്ഞാൻ കാശിനി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. യജ്ഞാൻ കാശിനി എന്നാൽ ആ യജ്ഞം അല്ലെങ്കിൽ അറിവ് പ്രദാനം ചെയ്യാൻ കഴിവുള്ളവൾ എന്നാണ് അർത്ഥം. അതുപോലെ നമുക്കറിയാം ഗാർഗി, മൈത്രി, ഇവരൊക്കെ ഇല്ലേ? ഈ ഗാർഗിയൊക്കെ ബ്രഹ്മവാദിനി എന്നാണ് പറഞ്ഞത്. അതായത് ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൾ. ഉപാധ്യായ എന്ന് പേരുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഉപാധ്യായി, അതായത് വേദം പഠിപ്പിച്ചു കൊടുക്കുന്നവൾ. അതുപോലെ തന്നെ മാധവാചാര്യര് പറയും, കൃഷ്ണയെ പോലെ വേദം പഠിച്ചവരായിരിക്കണം സ്ത്രീകളെന്ന്. കൃഷ്ണ ആരാണ്? പാഞ്ചാലി. ദ്രൗപദിയെ പോലെ വേദം പഠിച്ചവരായിരിക്കണം. ശ്രീരാമൻ വനവാസത്തിനായിട്ട് പോകുന്ന സമയത്ത് കൗസല്യാദേവി വിഷമിക്കുന്നുണ്ട്. പിന്നെ ശ്രീരാമന്റെ ഐശ്വര്യത്തിനായി പല പൂജകളും ഹോമങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെയാണ് ചെയ്യുക. എല്ലാ വേദമന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ഹോമം എല്ലാം കൗസല്യാദേവി ചെയ്തത്. അപ്പൊ അന്നത്തെ സ്ത്രീകൾ വേദം പഠിച്ചിരുന്നു. ഇനി ഗൃഹസ്ഥ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് പറയുന്ന പേര് സദ്യോവധു എന്നാണ്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തിരുന്നു? ഈ ബ്രഹ്മത്തെ പറ്റിയുള്ള പഠനം, വേദത്തെ പറ്റിയുള്ള പഠനം. ബ്രഹ്മത്തെ പറ്റിയൊക്കെ എത്ര പഠിക്കാൻ പറ്റുന്നു നമുക്കറിയില്ല, പക്ഷെ വേദത്തിലുള്ള അറിവുകൾ അവർ പഠിച്ചിരുന്നു. അതായത് അവർ ബ്രഹ്മചാരിണികളായിരുന്നു. ഈ ബ്രഹ്മചാരിണികൾ കൂടുതലായിട്ടുള്ള ആ ബ്രഹ്മകുമാരന്മാരെ വിവാഹം ചെയ്തതുകൊണ്ട് ഈ രണ്ട് തുല്യമായിട്ടുള്ള അറിവുകളും എല്ലാ തരത്തിലുള്ള മേധാശക്തിയും ഉള്ളവർ ഒന്നിച്ചാൽ അതുപോലെയുള്ള പുത്രിമാര് അവർക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കരുത്തരായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള സന്താനങ്ങൾക്ക് അവർക്ക് പലപ്പോഴും ജന്മം കൊടുക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ സ്ത്രീകളിലും ധാരാളം ഋഷികമാരുണ്ടായിരുന്നു. അവരുടെ ജനക മഹാരാജാവിന്റെ സഭയിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മളുടെ വേദത്തിലും എല്ലാം പരാമർശിക്കുന്നുണ്ട്, ഇവരുടെ പേരുകളൊക്കെ. ഇനി അതൊന്നും വേണ്ട, ആദിശങ്കരാചാര്യരുടെ കാലത്തേക്ക് വന്നാലൊന്ന് ആലോചിച്ച് നോക്കി. ആദിശങ്കരാചാര്യനും മണ്ഡനമേശ്വരനുമായിട്ടുള്ള ആ തർക്കത്തിലല്ലേ, വാഗ്വാദത്തിന് ആരെയാണ് മധ്യസ്ഥം വഹിക്കാനായിട്ട് വെച്ചത്? ശങ്കരാചാര്യരുടെ അറിവിന്റെ വൈഭവം എവിടെ കിടക്കുന്നു, അതുപോലെ തന്നെ മണ്ഡനമേശ്വരന്റെ എവിടെ കിടക്കുന്നു. ഇവർ രണ്ടുപേരും പറയുന്നതിൽ ഏതാണ് ശരി എന്നൊരാൾ പറയണമെങ്കിൽ ഇവരോടൊപ്പമോ അതിലോ അറിവ് വേണ്ടേ? അതിന് വെച്ചത് മണ്ഡനമേശ്വരന്റെ പത്നിയായിട്ടുള്ള ഉഭയഭാരതി. അന്നത്തെ കാലത്ത് പോലും ഒരു സ്ത്രീയെ മധ്യസ്ഥയായിട്ട് വെക്കാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു. ഇനി
ഈ ഉഭയഭാരതിയുടെ അവസ്ഥ എന്താണ്? ഈ മധ്യസ്ഥത വഹിക്കുന്ന സമയത്തെ കണ്ടീഷൻ എന്താണ്? ആരാണോ തോൽക്കുന്നത്, അല്ലെ? ഇപ്പൊ മണ്ഡനമിശ്രനാണ് തോൽക്കുന്നതെങ്കിൽ മണ്ഡനമിശ്രൻ സന്യാസം സ്വീകരിച്ച് ശിഷ്യനായിക്കൊള്ളാന്നാണ്. അപ്പൊ തന്റെ ഭർത്താവ് എങ്ങാനും തോറ്റാൽ ആരുടെ ജീവിതമാണ് പോവുക? ഉഭയഭാരതിയുടെ ജീവിതമാണ് പോവുക, അല്ലെ? എന്നിട്ടും ഉഭയഭാരതി അത് ഏറ്റെടുത്തു. മാത്രമല്ല, ഉഭയഭാരതി തന്റെ ഭർത്താവിന്റെ പക്ഷം പിടിക്കാമല്ലോ എന്ന് ശങ്കരാചാര്യർക്ക് തോന്നണല്ലോ. അപ്പൊ അന്നത്തെ സ്ത്രീകളുടെ മൂല്യബോധത്തെ പറ്റി ആദി ശങ്കരാചാര്യർക്ക് എത്രമാത്രം ബോധ്യമുണ്ട്? എന്നിട്ട് ഇത് തമ്മില് ചർച്ച വന്നപ്പോൾ ആദി ശങ്കരാചാര്യ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ ഉഭയഭാരതിയുടെ മഹത്വം എത്രയായി, അല്ലേ? അത് കഴിഞ്ഞിട്ട് മണ്ഡനമിശ്രൻ സന്യാസം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതുപോലുള്ള സ്ത്രീകളും ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അവർക്കും വേദത്തെ പറ്റിയുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. പരമമായിട്ടുള്ള ജ്ഞാനമാണ്. ഈ അറിവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവയാണ്. അവ എന്തു ചെയ്തു? വേദവ്യാസ ഭഗവാൻ ഈ അറിവുകൾ പലതരത്തിൽ കിടക്കുന്നവയെ ക്രോഡീകരിച്ചു. എന്നാൽ വേദം ക്രോഡീകരിച്ച വേദവ്യാസൻ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലോ അദ്ദേഹം വലിയ വേദങ്ങളെ പറ്റി പഠനം നടത്തിയതായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ ഫോൾഡറുകളാക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 100 ഫയലുകൾ കിടക്കണം. ഒരേ കാറ്റഗറിയിലുള്ളതിനെ ഫോൾഡർ ആക്കണം. ഞാൻ ഒരു 5 യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ 5 യാത്ര, ഓരോ യാത്രയുടെയും ഫോട്ടോസ് ഓരോ ഗ്രൂപ്പിലാക്കണം. ആദ്യം ഇതിനകത്ത് എന്തൊക്കെ വേണം, ഈ ഓരോ ഫോട്ടോ കണ്ടാൽ ഏത് സ്ഥലത്തുള്ളതാണെന്നൊക്കെ തിരിച്ചറിയണ്ടേ, എന്നാലല്ലേ ഫോൾഡർ ആക്കാൻ പറ്റൂ. വേദവ്യാസൻ ഇത് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? വേദവ്യാസ ഭഗവാൻ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ ഈ ജന്മത്തിൽ വേദവ്യാസ ഭഗവാൻ ഇതൊന്നും പഠിച്ചതായിട്ട് കേട്ടിട്ടില്ല. പൂർവജന്മത്തിൽ ഇദ്ദേഹം ആപദുത്തർ എന്ന് പറയുന്ന ഒരു ഋഷിയായിരുന്നു. ആ ജന്മം മുഴുവൻ അദ്ദേഹം വേദം പഠിക്കാനായിട്ടാണ് മാറ്റിവെച്ചത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം തീർന്നു. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, ഈ ജന്മത്തിൽ നമ്മൾ എന്ത് തീർത്തോ അടുത്തത് വെച്ച് ബാക്കി വെച്ചാണ് തുടങ്ങുക. ഞാൻ എപ്പോഴും പറയും, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൽ എഴുതും, അത് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാരി ഓവർ ചെയ്ത് എഴുതും. കഴിഞ്ഞ ജന്മത്തിൽ എവിടെ നിർത്തിയോ അടുത്ത ജന്മത്തിൽ അത് തുടരും. അപ്പൊ എന്താണ്, വേദവ്യാസ ഭഗവാന് പൂർവജന്മകൃതമായിട്ടുള്ള പുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ഈ ജ്ഞാനമെല്ലാം ഉണ്ടായി. അപ്പൊ അദ്ദേഹം അതിനെ ക്രോഡീകരിച്ചു. ധാരാളം ഋഷീശ്വരന്മാർ കൊടുത്ത അറിവിനെ. അപ്പൊ നമുക്കറിയാം, ഗായത്രി മന്ത്രം വേദത്തിലുള്ളതാണ്. അത് കൊടുത്തതാരാണ്? വിശ്വാമിത്രൻ. പ്രപഞ്ചത്തിന്, ലോകത്തിന് തന്നെ ഹിതകരമായിട്ടുള്ള ഗായത്രി മന്ത്രം കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത്. വിശ്വത്തിന്റെ പോലും മിത്രമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തില് അദ്ദേഹത്തിന് വിശ്വാമിത്രൻ എന്നുള്ള പേര് വന്നു. അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം? ഈ അറിവുകള് നമുക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് ഈ അറിവുകളെ ക്രോഡീകരിച്ചു. അപ്പൊ ഇത് ക്രോഡീകരിച്ചത് നോക്കുമ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇത് ആദ്യം 3 തിരിച്ചത്. അതുകൊണ്ട് അവയെ ത്രൈ എന്ന് പറയും. ത്രൈ എന്ന് പറഞ്ഞാൽ 3: ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഇത് 3 ഉണ്ടായിരുന്നു. ഈ വേദത്തിന്റെ മുന്നിലുള്ള ഉപസർഗം കേട്ടാൽ ഇതിനുള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാവും. ഋഗ്വേദം എന്നാൽ ഋക്ക് എന്ന് പറഞ്ഞാൽ ചൊല്ലുന്ന മന്ത്രങ്ങളാണ്. ഇത് കൂടുതലും ഭഗവാനെ ഉപാസിക്കുമ്പോൾ, ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ചൊല്ലാനായി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. ഉദാഹരണത്തിന് പുരുഷ സൂക്തം എല്ലാത്തിലും ഉണ്ട്, 4 വേദത്തിലും ഉണ്ട്. എങ്കിലും പുരുഷ സൂക്തമൊക്കെ സൂക്തങ്ങൾ കൂടുതൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ഭഗവാനെ സ്തുതിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നവയാണ്. അതാണ് ഋഗ്വേദത്തിൽ ഉള്ളവ. യജുർവേദത്തിലുള്ളവയോ? വേദം എന്നുള്ള വാക്കിന്റെ തൊട്ട് മുൻഭാഗം നോക്കിയാൽ അറിയാം, യജ്ഞങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. അപ്പം ഈ യജുർവേദത്തിലാണ് പറയാൻ പോകുന്ന ശ്രീരുദ്രം. അപ്പൊ നമുക്കറിയാം, ഏകാദശ രുദ്രം, മഹാരുദ്രം, അതിരുദ്രം, അല്ലെ? ഈ കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ ഭഗവാന്റെ അഭിഷേകം ചെയ്യുമ്പോഴൊക്കെ
ഗർഭഗൃഹത്തിൽ ഭഗവാനെ അഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങളാണ് യജുർവേദത്തില് ഉള്ളവ. ഇവ തന്നെ പ്രത്യേക ഗാനരൂപത്തിൽ ചൊല്ലുമ്പോൾ അതെന്തായി? സാമവേദം ആയി. പിന്നീട് ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും ചില തെരഞ്ഞെടുത്ത സൂക്തങ്ങൾ ചേർത്ത് അഥർവ മഹർഷിയും അങ്കിരസ മഹർഷിയും കൂടെ വേറൊരു കാറ്റഗറിയാക്കി അവര് ദർശിച്ചതും കൂടെ ചേർത്ത് അപ്പൊ എന്തായി? അഥർവ വേദമായി. ഇങ്ങനെയാണ് 4 ഭാഗങ്ങൾ വന്നത്. ഇനി ഇത് മാത്രമല്ല, ഇത് ഗ്രന്ഥരാശി ആകുന്നതിന് മുമ്പോ ഗുരുപരമ്പരയായിട്ട് നാരായണം, പത്മഭൂം, വസിഷ്ഠം, ശക്തിഞ്ച തത്പുത്ര പരാശരം ച വ്യാസം, അവിടെയാണ് ഗ്രന്ഥരാശിയായത്. അപ്പൊ അതിനു മുമ്പോ കേട്ട് വന്നതുകൊണ്ട് ഇതിന് പേര് ശ്രവണം. ശ്രവണത്തിലൂടെ വന്നതുകൊണ്ട് ഇവയുടെ പേര് ശ്രുതി എന്ന് പറയും. ഇത് പരമമായിട്ടുള്ള സത്യമാണ്. ഒരു കാലത്തും ഏത് കാലത്തും മാറ്റമില്ലാത്തതാണ് ശ്രുതി. സ്മൃതി നമുക്കറിയാം, ഇതും അറിവുകളാണ്. കാലഘട്ടത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ ഇവയിൽ വരുത്താം, ആചാരങ്ങളിലുമൊക്കെ. അപ്പൊ വേദത്തിന്റെ മറ്റൊരു പേരാണ് ശ്രുതി. അപ്പൊ ഇന്ന് ഓരോരുത്തർ വേദത്തിന്റെ കാലഘട്ടം ഗണിക്കാൻ നോക്കുന്നുണ്ട്. വേദത്തിന്റെ കാലഘട്ടം നോക്കുമ്പോൾ എഴുതപ്പെട്ടതിന്റെ കാലഘട്ടം അറിയും. എത്ര നാൾ കേട്ടു വന്നു എന്നുള്ളതിന്റെ കാലഘട്ടം ആർക്കെങ്കിലും ഗണിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ വേദത്തിന്റെ കാലഘട്ടം മനുഷ്യൻ എങ്ങനെ ഗണിക്കാൻ പറ്റും? പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള നമ്മളുടെ ശരീരം വെച്ച് അതിനു മുമ്പുള്ള ഒന്നിനെ നമുക്ക് എങ്ങനെ ഗണിക്കാൻ പറ്റും? അല്ലെ? അതുകൊണ്ടല്ലേ ബ്രഹ്മത്തിനെ പോലും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, അല്ലെ? 3rd ഡയമെൻഷനുള്ള നമുക്ക് 10th ഡയമെൻഷൻ പോലും മനസ്സിലാവില്ല, 5th ഡയമെൻഷൻ പോലും മനസ്സിലാവില്ല. പിന്നെ അല്ലേ nth ഡയമെൻഷൻ മനസ്സിലാവുക, അല്ലെ? മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മള് അനന്തമജ്ഞാതം അവർണ്ണനീയം എന്നും പറഞ്ഞ് നമ്മൾ വായി പൊളിച്ചു നിൽക്കുന്നത്. ഭഗവാനെ ആ ഇത്രയൊക്കെ ഭക്തനായിട്ട് വിശ്വരൂപം കണ്ടപ്പോഴേ അർജുനൻ വെച്ച് തൊഴുതു, എന്റെ ഭഗവാനെ ആ പഴയ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന കുഞ്ഞു രൂപത്തിലേക്ക് വന്നേക്കാവോ എന്ന് ചോദിച്ചു. ഇത്രയും കാലം കൂടെ നടന്നിട്ട് അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഈ വേദത്തിനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തു. ഇനി ഈ വേദം എങ്ങനെ പഠിക്കണം? വേദം ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശം കിട്ടി മാത്രമേ പഠിക്കാവൂ. പ്രത്യേകിച്ച് അതിലെ സൂക്തങ്ങൾ, അതിൽ ഗദ്യഭാഗമുണ്ട്, പദ്യഭാഗമുണ്ട്, ഗാന രൂപത്തിലും ഉണ്ട്. പക്ഷേ ഇതിലെ പദ്യഭാഗങ്ങൾ ഗുരുമുഖത്തൊന്ന് ഉപദേശിച്ച് പഠിക്കണം. കാരണം ഇതിന്റെ സ്വരം കൂടുന്നതും കുറയുന്നതും താഴുന്നതും അനുസരിച്ച് അർത്ഥം മാറും. അർത്ഥം മാറിയാൽ കുംഭകർണം മരം ചോദിച്ചതുപോലെ ഇരിക്കും, അല്ലെ? അവിടെ പിന്നെ അക്ഷരം തെറ്റിന്ന് വയ്ക്കാം. ഇതങ്ങനെയല്ല, സ്വരം മാറിയാലേ അർത്ഥം മാറും. അപ്പോൾ നമ്മൾ ചൊല്ലുന്നത്, സങ്കല്പിക്കുന്നത് തന്നെ മാറ്റപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് പണ്ട് ആചാര്യന്മാരെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ചിലപ്പോ ബസ്സിലൊക്കെ ഇരിക്കുമ്പോ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വേദം ചൊല്ലാം. അപ്പൊ 1ാമത്തെ ശ്ലോകം ഒരാൾ ചൊല്ലും, 2ാമത്തെ ശ്ലോകം വേറൊരാൾ ചൊല്ലും. കയ്യിൽ ആംഗ്യം ഉപയോഗിച്ചു. ഇന്നും അങ്ങനെ ചൊല്ലാവുന്നവര് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് പരസ്യമായിട്ട് ചൊല്ലുന്നില്ല? കേട്ട് പഠിച്ച് ആരെങ്കിലും ചൊല്ലി അത് തെറ്റായി ചൊല്ലിയാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ചൊല്ലുന്നവർക്ക് ദോഷമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ കുറെ നിബന്ധനകൾ പറയും, അല്ലെ? ഇനി പഥ്യം പറയും. ചിലരെങ്ങനെയാന്ന് വെച്ചാല് മരുന്ന് കൃത്യമായിട്ട് കഴിക്കും, പഥ്യം നോക്കില്ല. എന്നിട്ട് പറയും ഒരു പ്രയോജനമില്ല ഈ മരുന്ന് വെച്ചതിന്, ആ ഡോക്ടർ ഒരു കാശിന് കൊള്ളില്ല കേട്ടോ എന്ന് പറയും. ചിലര് മരുന്ന് തന്നെ നേരവേ കഴിക്കില്ല. നേരെ മറിച്ച് വേദം നമ്മൾ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ചില രീതികളുണ്ട്. ഗുരുമുഖത്തുനിന്ന് ഉപദേശിച്ച് കിട്ടി. ഇന്നും വളരെ വലിയ ആചാര്യന്മാരുണ്ട്. അവരോട് ചില ഭാഗങ്ങൾ ചൊല്ലാൻ പറഞ്ഞാല് അവർക്കിത് അറിയാം, പക്ഷെ അവര് പറയും ഗുരുമുഖത്തുനിന്ന് ഉപദേശം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചൊല്ലില്ല എന്ന് പറയും. അപ്പൊ ഈ വേദം ഗുരുമുഖത്തുനിന്ന് ഉപദേശം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരം നമുക്ക് സ്തോത്രങ്ങളൊക്കെ ഉണ്ട്, ധാരാളം ശ്ലോകങ്ങളുണ്ട്, സഹസ്രനാമങ്ങളുണ്ട്, അല്ലെ? പക്ഷെ വേദം ചൊല്ലുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സ്വരവിന്യാസത്തോടു കൂടി തന്നെ ചൊല്ലണം. ഒരിക്കല് ശ്രീരാമന്റെ അടുക്കല്, ശ്രീരാമന്റെ ആ അവസാന സമയത്തൊക്കെ
ഒരു നായ ഇങ്ങനെ കൂടെ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ശ്രീരാമൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ എള്ളും ചെള്ളും ഒക്കെ വന്ന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ശരീരമായിട്ടാണ്. അപ്പൊ ശ്രീരാമൻ ചോദിച്ചു, നീ ആരാണ്? ഇതൊരു സന്ദേശമാണ്. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷെ വേദം തെറ്റായ രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ട് അന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചവരും കേട്ടവരും എല്ലാം ചെള്ളും പാറ്റയായിട്ട് എൻ്റെ ശരീരത്തിലുണ്ട്. എനിക്ക് ഈ ജന്മം ലഭിച്ചു എന്ന്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? വേദത്തിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം. ഈ മറ്റുള്ള ആചാര്യന്മാർ നമ്മളോട് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല. തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ മരുന്ന് തെറ്റായ രീതിയിൽ ആരുപയോഗിക്കുന്ന അയാളുടെ ശരീരത്തിനാണ് ദോഷം. നമ്മളിത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് നമുക്ക് ദോഷം വരും. അതുകൊണ്ടാണ് വേദം ചൊല്ലുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഇതിന്റെ പഥ്യമാണ്. ഇതെല്ലാം ചെയ്താൽ മാത്രമേ ഇതിന്റെ പൂർണ്ണഫലം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പൂർണ്ണഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുക. വേദം തെറ്റായ രീതിയിൽ ചൊല്ലിയാൽ, അല്ലെങ്കിൽ വേദം ചൊല്ലുന്ന ബ്രാഹ്മണൻ മദ്യപിച്ചാൽ, മത്സ്യമാംസാദികൾ കഴിച്ചാൽ ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. അപ്പൊ ഈ പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ബ്രഹ്മഹത്യാ പാപമാണ്. അപ്പൊ ഈ ബ്രഹ്മഹത്യാ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെന്താണ് കാരണം? ഇവിടെ നമുക്കറിയാം DNA, ജീൻ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? ഒരു കുടുംബത്തില് സ്ഥിരമായിട്ട്, അപ്പൊ ഞാനിവിടെ ഇന്നത്തെ ജാതി വ്യവസ്ഥ അനുസരിച്ച്, ഞാൻ വലിയ ജാതി മത വ്യവസ്ഥ എന്നുള്ള രീതിയിലൊന്നും പറയുകയല്ല. ജാതി എല്ലായിടത്തും ഉണ്ട് അല്ലെ? വൃക്ഷങ്ങളിൽ ജാതിയില്ലേ? പക്ഷിമൃഗാദികളിൽ ജാതിയില്ലേ? പശുക്കളിൽ ജാതിയില്ലേ? ജാതി എല്ലായിടത്തും ഉണ്ട്. ഏത് ലോകത്തും രാജ്യത്തും ജാതിയുണ്ട്. ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല ജാതി ഉള്ളത്. കുലവ്യവസ്ഥ അനുസരിച്ച് ഓരോ ജാതിയായിട്ട് തിരിഞ്ഞു. തടിപ്പണിക്കാര്, സ്വർണ്ണപ്പണിക്കാര്, അങ്ങനെ. കാരണം എന്താ വെച്ചാൽ അവരുടെ ജീൻ ഫാക്ടേഴ്സ് ഉണ്ട്. അത് തലമുറകളായിട്ട് വരുന്നതാണ്. നമ്മൾ വലിയ കാര്യത്തെ പറയില്ലേ, പരമ്പരാഗതമായിട്ട് ആയുർവേദ ചികിത്സകരാണ്. ഈ പരമ്പരയ്ക്ക് എന്തോ ഒരു ഗുണമുള്ളതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പറയാം. പക്ഷെ ഇന്ന് പരമ്പരാഗതമായിട്ടുള്ള സ്വർണ്ണപ്പണിക്കാരുണ്ടോ? ഈ ജീൻ ഫാക്ടേഴ്സ് പോയി. അത് തലമുറകളിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക തരത്തിലുള്ള ചില അറിവുകൾ പോയി. കുടുംബപരമായിട്ട് ആ അറിവുകൾ ജീൻ ഫാക്ടേഴ്സ് വഴി കടന്നു വരാൻ വേണ്ടിയിട്ടാണ് അന്നുള്ളവര് ജാതി മാറി കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ ജീൻ ഫാക്ടേഴ്സ് വഴി ഈ അറിവുകൾ തലമുറകളായിട്ട് കൈമാറി വരും. അപ്പൊ ജാതി പലപ്പോഴും തൊഴിലിന്റെ അടിസ്ഥാനത്തിലും ഒക്കെയായിരുന്നു. പിന്നെ ഏത് കാലഘട്ടത്തിലും കുറെയൊക്കെ മോശമായിട്ടുള്ള പ്രവണതകൾ അത് ഏത് രാജ്യത്തിലും ഉണ്ട്. ഏത് സ്ഥലത്തും സമൂഹത്തിൽ ചില ദുഷിപ്പുകൾ കയറിക്കൂടും. അത് സ്വാഭാവികമാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേദം ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണെന്ന് പറയുന്നത്, ഈ വേദം ചൊല്ലുന്ന ഒരു ബ്രാഹ്മണൻ മദ്യവും മാംസവും ഒക്കെ കഴിക്കുമ്പോൾ അവന്റെ ശരീരത്തില് സ്വാഭാവികമായിട്ടുള്ള മാറ്റം വരും. അവന്റെ ചിന്താഗതികളിൽ മാറ്റം വരും, പ്രവൃത്തികളിൽ മാറ്റം വരും. ഇത് അവന് കുട്ടി ഉണ്ടാകുമ്പോൾ ബാധിക്കുമോ ഇല്ലയോ? സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ ചെയിൻ സ്മോക്കറായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളിൽ കുട്ടി പൊക്കം കുറഞ്ഞ് വികലാംഗനായിട്ട് ജനിച്ചിരിക്കുന്ന കുട്ടികളെ എനിക്ക് നേരിട്ടറിയാം. അച്ഛൻ ചെയിൻ സ്മോക്കർ ആയതുകൊണ്ട്. അച്ഛന്റെ സ്ഥിരം മദ്യപാനം കുട്ടിക്ക് മദ്യപിക്കാനുള്ള ടെൻഡൻസി വലുതാവുമ്പോൾ ഉണ്ടാക്കൂല്ലയോ? ഉണ്ടാക്കും. അതായത് മാത്രമല്ല, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ, ഇന്നത്തെ അനുസരിച്ച് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് അവരുടെ ഒരു ജീൻ ഫാക്ടർ ഉണ്ട്. അവർ മിക്കവാറും മത്സ്യമാംസാദികള് കഴിക്കാത്തവരായിരിക്കും. ഇന്നിങ്ങനെയൊക്കെ പറയാനേ പറ്റില്ലെങ്കിലും ഞാൻ പൊതുവെ പറയുകയാണ്. ആ കുടുംബത്തിൽ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുമ്പോൾ അവനൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അവന്റെ DNA മാറ്റം വരുന്ന ആ കുട്ടിയുടെ, അവന്റെ അടുത്ത കുട്ടിയുടെ DNA മാറ്റം വരും അല്ലേ? അതായത് അവന്റെ ഉള്ളിലെ ബ്രഹ്മ തേജസ്സിനെ നശിപ്പിക്കാൻ ഈ അച്ഛൻ കാരണക്കാരനായി. അച്ഛൻ മദ്യപിച്ചുകൊണ്ടല്ലേ? അതുകൊണ്ടാണ് ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുന്നത്. ആ ബ്രഹ്മ തേജസ്സിനെ ഇല്ലാതാക്കാൻ അച്ഛൻ കാരണക്കാരനായി. അവന്റെ താഴ്വഴിയുടെ എല്ലാം DNA ഫാക്ടറിന്റെ മാറ്റത്തിന്, ജനറ്റിക് ഫാക്ടേഴ്സിന്റെ മാറ്റത്തിന് കാരണക്കാരനായത് ആരാണ്? ഇയാളാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് ഇത് പറയുന്നത് ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേദം ചൊല്ലുമ്പോൾ ഇങ്ങനെയുള്ളവർ
ഏത് രീതിയിലുള്ള സാധനങ്ങൾ, മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാതിരിക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന ചുറ്റവട്ടങ്ങളൊക്കെ ചെയ്യുക, ശ്രദ്ധയോടുകൂടി ഉപാസിക്കുക, ശുദ്ധം വൃത്തി നോക്കുക, ഇതെല്ലാം കൃത്യമായിട്ടുള്ള ചെയ്തിട്ട് വേണം ഈ വേദത്തെ ഉപാസിക്കാൻ. ഉപാസിച്ചതിന് ശേഷം അതിലുള്ള അറിവുകൾ ചിട്ടയോടുകൂടി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് വേദത്തിനെ പറ്റിയുള്ള ഏകദേശം ഒരു രൂപം. ഇതിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറഞ്ഞു. ഈ എല്ലാ വേദങ്ങൾക്കും ഉപവേദങ്ങൾ ഉണ്ട്. ഇപ്പൊ ധനുർവേദം, ആയുർവേദം, ഇതെല്ലാം ഇതിന്റെ ഉപവേദങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഒന്നുമില്ല. സാമവേദത്തിന് 1000 ശാഖകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ 2 കണ്ടുള്ളത്, 8 or 2 എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇവയെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന നളന്ദ, തക്ഷശില പോലെയുള്ള സർവകലാശാലകൾ അഗ്നിക്കിരയാക്കി. അഗ്നിക്കിരയാക്കിയപ്പോൾ ഇവയെല്ലാം കത്തിയത് 3-4 മാസമാണ്. അപ്പോൾ അവയിൽ ഉണ്ടായിരുന്ന അറിവുകളുടെ ഗ്രന്ഥശേഖരം എത്ര ഭദ്രമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇവരിതെല്ലാം കത്തിച്ചു കളഞ്ഞത്? ഇവയുണ്ടെങ്കിൽ ഭാരതത്തെ കീഴടക്കാൻ സാധിക്കില്ല. ഭാരത സംസ്കാരത്തിന്റെ അടിത്തറയാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെയുള്ള വേദത്തിൽ ഞാൻ പറഞ്ഞു, ഗദ്യവുമുണ്ട്, പദ്യവുമുണ്ട്, ഗാനവുമുണ്ട്. അതിൽ പദ്യരൂപത്തിൽ വരുന്ന, ശ്ലോകരൂപത്തിൽ വരുന്ന സൂക്തമാണ് ഈ ശ്രീരുദ്രം എന്ന് പറയുന്നത്. വളരെ മഹിമയേറിയ സൂക്തമാണ്. ഋഗ്വേദത്തിലല്ല, യജുർവേദത്തിൽ വരും. യജുർവേദത്തിന് 2 വിഭാഗങ്ങളുണ്ട്. കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം. ചിലര് ഈ ശുക്ല യജുർവേദം ബ്രഹ്മസമ്പ്രദായമാണ്, ഉത്തരേന്ത്യക്കാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കൃഷ്ണ യജുർവേദം ആദിത്യ സമ്പ്രദായമാണ്, അത് ദക്ഷിണ ഭാരതത്തിലുള്ളവരാണ് ഉപയോഗിക്കുന്നത്. ചിലർ പറയുന്നത് മനുഷ്യരുടെ നിറത്തിനെ അടിസ്ഥാനമാക്കിയാണ്. ഉത്തരേന്ത്യക്കാർ കൂടുതൽ വെളുപ്പാണല്ലോ. പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊന്നുമല്ല. ഇത് 2 സമ്പ്രദായത്തിൽ ചൊല്ലുന്ന രീതി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ കേരളത്തിലെ നമ്പൂതിരിമാര് വേദം ചൊല്ലുന്ന ഈണം ബാക്കിയുള്ളവര് ചൊല്ലുന്ന കർണാടക സമ്പ്രദായമൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ആ സമ്പ്രദായത്തില് ഒന്ന് ആദിത്യ സമ്പ്രദായം, ഒന്ന് ബ്രഹ്മസമ്പ്രദായം. നമ്മൾ സാധാരണ ഇവിടെ ചൊല്ലുന്നത്, സാധാരണ കേൾക്കുന്നത് നമ്പൂതിരിമാരുടെ ആ ഒരു രീതിയല്ല, അത് കൃഷ്ണ സമ്പ്രദായമാണ്. അത് കൃഷ്ണ യജുർവേദമാണ്, അതായത് ആദിത്യ സമ്പ്രദായം ആണ് ഇതില് രുദ്ര അധ്യായത്തില് വരുന്നതാണ് ഈ ശ്രീരുദ്രം എന്ന് പറയുന്ന സൂക്തം. 11 അനുവാകങ്ങൾ എന്നുള്ളത് മനസ്സിലാകാൻ എളുപ്പത്തിൽ ചാപ്റ്റേഴ്സ് എന്ന് പറയും. 11 അനുവാകങ്ങൾ ഉണ്ട്. അതിന്റെ പേര് നമകം. അതിനോടുകൂടി ഒരു 11 അടുത്ത അനുവാകം വരും, അതിന്റെ പേരാണ് ചമകം. ഇത് 2ഉം കൂടെ ചേർത്തിട്ട് നമ്മൾ ശ്രീരുദ്രം എന്ന് പറയും. അപ്പൊ 11 നമകവും 11 ചമകവും. അപ്പൊ ഇതിന്റെ പേര് എന്തുകൊണ്ട് ഇങ്ങനെ നമകം ചമകം എന്ന് വന്നു? ആദ്യത്തെ 11 അനുവാകമായിട്ടുള്ള നമകം എല്ലാം തീരുന്നത് നമ നമോ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓം ശംഭവേ ചമയോഭവേ ച നമ ശങ്കരായ ചമയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച നമ. കണ്ടോ, നമ 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 നമോ നമ നമ ഇങ്ങനെ വരും. അപ്പൊ എനിക്കൊന്ന് 180-ൽ പരം നമ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമകം എന്നുള്ള പേര് കൊടുത്തു. അടുത്ത എന്താണ്? ചമേ 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 എന്ന് പറഞ്ഞു വരുന്നത് കൊണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു 380-ൽ പരം എങ്ങാണ്ടോ ഉണ്ട്. ഇത് മുഴുവൻ ആഗ്രഹങ്ങളാണ്. 360 ആഗ്രഹങ്ങൾ. ചാമ വേണം, ഉണക്കല്ലരി വേണം, നല്ല സ്വർണ്ണ കുളമ്പുള്ള കുതിരയെ വേണം, പശുവിനെ വേണം, കാളയെ വേണം. ചിദാനന്ദപുരി സ്വാമിജി പറയുന്നെങ്ങാനും ആണെങ്കിൽ മൊബൈൽ ചമയും ലാപ്ടോപ്പ് ചമയും ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാര് ജപിക്കുക. കാരണം അന്നത്തെ കാലത്ത് ഇത് എഴുതി. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഇനി പറയാം. അപ്പൊ അതുകൊണ്ട് ഈ ശ്രീരുദ്രം എന്ന് പറഞ്ഞാൽ 11 അനുവാകങ്ങളോട് കൂടിയ നമകവും 11 അനുവാകങ്ങളോട് കൂടിയ ചമകവും ചേർന്നിട്ട് ആണ്. ഇതിന്റെ ആദ്യ ഭാഗത്തായിട്ട് വരുന്നത് ഒരു ധ്യാന ശ്ലോകമാണ്. ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീദസാദനം
ശ്രീ മഹാഗണപതയേ നമഃ. ഇവിടെ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. ചിലർ പറയും ഇത് ഗണപതി ഭഗവാനെ സ്തുതിക്കുന്ന മന്ത്രമാണ്, ചിലർ പറയും ഇത് ശ്രീരുദ്രനെ പ്രാർത്ഥിക്കുന്ന മന്ത്രം. എന്നാൽ കൂടുതൽ ആചാര്യന്മാരും ഹിമാലയത്തിലുള്ള വളരെയധികം ആഴത്തിൽ പഠിച്ചവരും പറയുന്നത് ഇത് ശ്രീരുദ്രനെ സ്തുതിക്കുന്ന മന്ത്രമാണ്. കാരണം നമുക്കറിയാം, ഏത് പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ നോക്കിയാലും നമ്മൾ അതിനകത്ത് ധ്യാന ശ്ലോകം കാണും. ലളിതാ സഹസ്രനാമം എടുത്താലുണ്ട്, അല്ലെ? വിഷ്ണു സഹസ്രനാമം എടുത്താൽ ഉണ്ട്. ഈ ധ്യാന ശ്ലോകം പിന്നീട് ആരെങ്കിലും എഴുതി ചേർക്കുന്നതാണ്. ഇപ്പൊ ആദിത്യ ഹൃദയ മന്ത്രം എവിടെയാ വരിക? വാൽമീകി രാമായണത്തിലാണ്. അത് രാമായണത്തിന്റെ കഥ പറയുമ്പോൾ അതിലിങ്ങനെ അഗസ്ത്യ മഹർഷി ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. അവിടെ ധ്യാന ശ്ലോകമൊന്നുമില്ല. പിന്നെ വരുന്ന ആചാര്യന്മാർ ധ്യാന ശ്ലോകം ചേർക്കും. ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകം ഏതാ? ഓം പാർത്ഥായ പ്രതിബോധിനാം ഭഗവതാം. അത് മധുസൂദന സരസ്വതി സ്വാമികൾ എഴുതിയാന്ന് പറയുന്നു. അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇവരാരും പേരെഴുതി വെച്ചിട്ടില്ല. അതിന്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു. കാരണം ഈ അറിവുകളെല്ലാം ഇവിടെ പണ്ടേ ഉള്ളതാണ് എന്നറിയാവുന്നത് കൊണ്ട്. അപ്പൊ എന്താണ് ഈ ധ്യാന ശ്ലോകം? എന്തിനാണെന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നു, അല്ലെ? ഞാന് രാവിലെ 5 മണിക്ക് ഏറ്റുമാനൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പൊ അതിന് 4 മണിക്ക് എഴുന്നേറ്റ് രാവിലെ കുളിച്ച് റെഡിയായി 5 മണിക്ക് പോന്നു. വഴിയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനിടയ്ക്ക് കുറെ ഫോൺ വരും. വണ്ടി ഓടിക്കുന്ന കുട്ടിയോട് സംസാരിക്കും. ഇവിടെ വന്നു സംസാരിച്ചു. പരിചയമുള്ളവരോടൊക്കെ വേണ്ടി അമ്പലത്തിൽ കയറി തൊഴുതു. അത് കഴിഞ്ഞ് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് വേണം? ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ എന്റെ മനസ്സിനൊന്ന് ഏകാഗ്രമാക്കണ്ടേ, അല്ലെ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം, അല്ലെ? ബസ് വരാറായോ, പതുക്കെ വിശക്കാൻ തുടങ്ങുന്നല്ലോ, പല കാര്യങ്ങളും ചിന്തിക്കാം. അത്രയും ഒരു വളരെ ഇതായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ എപ്പോഴും പറയും, ഈ എന്താ പറയാ, സ്പീഡ് ബോട്ടിന്റെ മോട്ടർ കറങ്ങുന്ന പോലെ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്. കാരണം എന്താണ്? ഞാൻ പറയുന്നത് തമ്മിൽ കണക്ട് ചെയ്യണം. നിങ്ങളിപ്പോ ഒന്ന് ചിന്തിക്കുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാതെ ചിന്തിക്കാം. പക്ഷെ എനിക്കോ, ഞാൻ പറയുന്നത് തമ്മിൽ കൃത്യമായിട്ടുള്ള ഓർഡർ വേണം, ഗ്യാപ്പില്ലാതെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് എന്റെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞാൻ വളരെ കോൺഷ്യസ് ആണെന്നല്ല, അത്രമാത്രം കോൺഷ്യസ് അല്ലെങ്കിൽ പോലും ഫോക്കസ്ഡ് ആണ്. എങ്കിലേ എനിക്ക് കൃത്യമായിട്ട് ഈ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ ഒരു കൃത്യമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വന്നിരുന്നാലുടൻ ധ്യാന ശ്ലോകം ചൊല്ലി, അല്ലെ? ഒന്ന് സദാശിവ സമാരംഭ. ഞാൻ ഗുരുപരമ്പരയെ മുഴുവൻ വണങ്ങി. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന മുഴുവൻ ഞാൻ ഇന്ന് രാവിലെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന സാധനമൊന്നും അല്ലല്ലോ. എത്രയോ ഗുരുപരമ്പരയിലൂടെ നമുക്ക് കിട്ടിയ അറിവാണ്. അത് കൃത്യമായ രീതിയിൽ അടുത്ത ആളുകളിലേക്കൊന്ന് പാസ് ചെയ്യുന്നു മാത്രം, അല്ലെ? അതുകൊണ്ട് എന്താണ്, ഇത് കൃത്യമായിട്ട് മനസ്സിൽ അറിയാമെങ്കിലും അത് വെളിയിലേക്ക് വരാനും ആ ബുദ്ധി തുറക്കാനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗുരുപരമ്പരയെ സ്മരിച്ചു. രണ്ടാമത്തേത്, എനിക്ക് ഭാഗവത ഉപദേശം തന്ന പൂർവാശ്രമത്തിലെ പ്രൊഫസർ ഒറവങ്കര അച്യുതൻ തിരുമേനി എന്ന് പറയുന്ന, ഇന്ന് പുഷ്പാഞ്ജലി സ്വാമിയായിട്ടുള്ള ശങ്കരാചാര്യരായിട്ടുള്ള നടുവിൽ മഠം അച്യുത സ്വാമിയാണ് ഭാഗവത ഉപദേശം തന്നപ്പോൾ എനിക്ക് ഉപദേശിച്ചു തന്ന മന്ത്രമാണ്. ഉപദേശിച്ചു തന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏത് വേദിയിൽ പോകുമ്പോഴും ഇത് ചൊല്ലിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതുകൂടി ചൊല്ലും. അപ്പൊ എന്താണ്, എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഒന്ന് ശാന്തമായി തിരകളെല്ലാം അടങ്ങി ഈ ശ്രീരുദ്രൻ ചൊല്ലുന്നതിലേക്ക് എൻ്റെ മനസ്സ് വന്നു. ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലിയാൽ അതിനു മുമ്പുള്ള ധ്യാന ശ്ലോകം ആരുടെ ആയിരിക്കും? ആദിത്യ ഭഗവാന്റെ ആയിരിക്കും. ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ആരുടേതായിരിക്കും? ലളിതാദേവിയുടേതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രീരുദ്രൻ ചൊല്ലുന്നതിന് മുമ്പുള്ള ധ്യാന ശ്ലോകം ആരുടേതായിരിക്കും? ശ്രീരുദ്രൻ്റെതായിരിക്കും. ഈ മഹാഗണപതിയെ നമ്മൾ പറഞ്ഞ ഗണങ്ങളുടെ എല്ലാ രാജാവ് അതാരാണ്? ഗണപതിക്ക് പോലും ഗണങ്ങളുടെ രാജാവായിട്ട് പൊസിഷൻ കൊടുത്ത ആരാ? മഹാദേവനാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആദ്യത്തെ ഗണാനാം ത്വാ ഗണപതികും ഹവാമഹേ കവിം കവീനാം, കവികൾക്കും മഹാകവിയായിട്ടുള്ള ഭഗവാനെ എന്നെല്ലാം പറഞ്ഞ് ഇനി ആരെങ്കിലും വന്ന് ഇത് ഗണപതി ശ്ലോകം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതെന്താണ്? ഗണപതി സ്തോത്രമായിട്ട് ഉപയോഗിക്കാം, അല്ലെ? അതിലും തെറ്റൊന്നുമില്ല. പക്ഷെ ശ്രീരുദ്രത്തിന്റെ മുന്നിൽ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആരെ കാണണം? മഹാദേവനെ കാണണം.
ഇനി ശ്രീരുദ്രത്തിൽ പറഞ്ഞിരിക്കുന്ന രുദ്രൻ ആരാണ്? നമ്മള് ലളിതാ സഹസ്രനാമത്തിലെ ലളിത, വിഷ്ണു സഹസ്രനാമത്തിലെ വിഷ്ണു, ഇതൊക്കെ വായിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ. ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ട് ലളിതയാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരം, സൃഷ്ടിക്കുമെല്ലാം. വിഷ്ണു സഹസ്രനാമം എടുത്താലോ വിഷ്ണു എന്ന് പറയും, അയ്യപ്പ സഹസ്രനാമം എടുത്താൽ അയ്യപ്പനാന്ന് പറയും. അപ്പൊ ആകെ കൺഫ്യൂഷനാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമത്തിലെ ലളിത എന്നാൽ പരബ്രഹ്മമാണ്. വിഷ്ണു സഹസ്രനാമത്തിലെ വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്? പരബ്രഹ്മമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീരുദ്രത്തിലെ രുദ്രൻ എന്ന് പറയുന്നത് എന്താണ്? പരബ്രഹ്മമാണ്. അപ്പൊ അർത്ഥവ്യത്യാസം വരുമോ? ഇല്ല. പക്ഷെ വീണ്ടും പല രുദ്രന്മാരെ പറ്റി പറയുന്നുണ്ട്. വിഭൂതികളായിട്ടുള്ള രുദ്രന്മാർ, അംശമായിട്ടുള്ളത്. അംശം എന്ന് പറഞ്ഞാൽ വിഭൂതികൾ. ഇപ്പൊ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരനൊക്കെ വിഭൂതികളാണ് അല്ലെ? ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം, ബ്രഹ്മം എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ വിഭൂതിയായിട്ടുള്ള, അംശമായിട്ടുള്ള എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ ഏകാദശ രുദ്രന്മാരുണ്ട്. ഈ ഏകാദശ രുദ്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശതപഥ ബ്രാഹ്മണത്തിലാണ് ഈ ഏകാദശ രുദ്രന്മാരെ പറ്റി പറയുന്നത്. ഇവര് തമോ ഗുണപ്രധാനികളായിട്ടുള്ളവരാണ്, അത്ര നല്ലവരൊന്നും അല്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. തമോ ഗുണപ്രധാനികളായിട്ടുള്ളവരാണ്. ഇവരുടെ ഒരു പ്രശ്നം, നമ്മൾ എപ്പോഴാണോ ക്ഷീണിക്കുന്നത് ഇവരവിടെ കയറി സ്ഥാനം പിടിക്കും. അതുകൊണ്ടാണ് ശിവരാത്രി ദിവസം നമ്മളോട് ഉപാസിക്കണം, ഉറക്കളച്ച് ഈശ്വര പ്രാർത്ഥന ചെയ്യണം. ശിവരാത്രി ദിവസം ഉറക്കളച്ച് സീരിയൽ കണ്ടിട്ട് ഒരു കാര്യമില്ല, അന്ന് രാത്രി മുഴുവൻ ചീട്ട് കളിച്ചിട്ടും കാര്യമില്ല. എന്തുകൊണ്ടാണ് ശിവരാത്രി ദിവസം ഈശ്വരനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? ശിവരാത്രി എപ്പോഴാണ് വരുന്നത്? മാഘമാസത്തിലെ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് ശിവരാത്രി. അതായത് അമാവാസിക്ക് തൊട്ടു മുമ്പുള്ള ദിവസം. അമാവാസിയായാൽ ചന്ദ്രന്റെ എല്ലാ കലകളും ഇല്ലാതെ, അതിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഒരു കല മാത്രമായിട്ട് അവശേഷിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ ഉന്മേഷവാനാണോ ക്ഷീണിതനാണോ? ക്ഷീണിതനാണ് അല്ലെ? ഈ ക്ഷീണിതനായിരിക്കുമ്പോൾ അവിടെ എന്താണ്? ചന്ദ്രമ മനസ്സോ ജാതക, പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട്. ചന്ദ്രനിൽ നിന്ന് നമ്മുടെ മനസ്സ് ജനിക്കുന്നു. ചന്ദ്രൻ ഗർഭിണിയായി പ്രസവിക്കുന്നതാണോ? അങ്ങനെയല്ല. ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ സ്വഭാവം മനസ്സിനുണ്ട് എന്നർത്ഥം. ചന്ദ്രൻ 15 ദിവസം കലകൾ വർദ്ധിച്ചു വന്ന് ഉന്മേഷവാനായിട്ടിരിക്കും. അത് കഴിയുമ്പോൾ കലകളൊക്കെ ക്ഷയിക്കും. മനസ്സിന്റെ സ്വഭാവം ഇങ്ങനെയല്ലേ? ചില ദിവസം നല്ല ഹാപ്പി മൂഡാണ്, അടുത്ത ദിവസം ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇത് തന്നെ മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിലെ അന്തരീക്ഷത്തിലെ ഈ ചന്ദ്രന്റെ രശ്മികളും ഈ വേലിയേറ്റം വേലിയൊക്കെ അറിയത്തില്ലേ, ഗ്രഹണമായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിവരാത്രി ദിവസം മനസ്സ് കലകളെല്ലാം ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. അന്ന് ഏകാദശ രുദ്രന്മാർ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ തമോ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. അന്ന് എന്ത് ചെയ്യണം? ഈ വേണ്ട വിചാരങ്ങളൊന്നും വരാതെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ പൂർണ്ണമായിട്ടും ഈശ്വര ആരാധന ചെയ്യണം. തിരിച്ച് പൗർണമിയുടെ പ്രാധാന്യവും, നമ്മളിപ്പോ തിരുവണ്ണാമലയിലൊക്കെ പോയാൽ പൗർണമിക്ക് പ്രദക്ഷിണം വെക്കുന്നത് വളരെ ഗിരിവലം വെക്കുന്നത് വിശേഷമാണ്. പൗർണമിക്ക് സകല കലകളോടുകൂടി ചൈതന്യവത്തായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അത് പൂർണ്ണമായിട്ട് നമുക്ക് ഫലമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകാദശ രുദ്രന്മാർ എന്നുള്ള ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന രുദ്രന് പല അർത്ഥം. ഇനി രുദ്രൻ എന്ന് പറഞ്ഞാൽ രൗദ്രഭാവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നമുക്കിത് കേട്ടാൽ, ഇപ്പൊ ഞാൻ ഏറ്റുമാനൂരിൽ വരുന്നത്, ദേശായിലെ ചേച്ചിയുണ്ട്, ഞങ്ങളൊക്കെ ജനിച്ച തൊട്ട് ഏറ്റുമാനൂര് വരിക്കും. ഞാൻ ജനിച്ച തൊട്ട് എന്നെ കാണുന്ന ആളാണ്. അപ്പോ ഇവിടെ എന്താന്ന് വെച്ചാല് ഏറ്റുമാനൂരപ്പൻ എന്ന് പറഞ്ഞാൽ അഘോരമൂർത്തിയോ, അയ്യോ സൂക്ഷിക്കണം എന്ന് പറയും. ഘോരം തന്നെ പേടിപ്പിരുത്തത്. അഘോരം എന്ന് പറഞ്ഞാൽ പഞ്ചഭാവം അല്ലെ? ആ ഘോരം എന്നാണ് അർത്ഥം. ഞങ്ങൾക്കേ അറിയത്തുള്ളൂ ക്ഷിപ്രപ്രസാദി ആണ് മഹാദേവൻ എന്ന്. പക്ഷേ ഈ രൗദ്രഭാവത്തിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? രൗദ്രഭാവം ഉണ്ട് അല്ലെ? നരസിംഹമൂർത്തിയുടെ ഭാവം എന്തായിരുന്നു? രൗദ്രഭാവം. നമുക്ക് നരസിംഹമൂർത്തിയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആര് പേടിച്ചാൽ മതി? കയ്യിലിരിപ്പ് മോശമായിട്ടുള്ളവർ പേടിച്ചാൽ പോരെ? ഹിരണ്യകശിപു പേടിച്ചാൽ പോരെ? ശരിക്കും പറഞ്ഞാൽ ഈ നരസിംഹമൂർത്തിയൊക്കെ നമ്മൾ എത്രമാത്രം വീണുതാണി വണങ്ങണം. നമ്മളെ ഉപദ്രവിപ്പിക്കാൻ വരുന്നവന്മാരെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ രൗദ്രഭാവം എടുക്കുന്നത്. ഈ ഭാവം ഒന്നും എടുത്തില്ലേ ഉമ്മാര് ഓടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? രുദ്ര ശിവ തനൂര ഘോരാപാപകാശിനി.
മഹാദേവന്റെ രണ്ട് രൂപം യാത്തെ രുദ്ര ശിവ. രൗദ്രഭാവമുണ്ട്, ശിവഭാവമുണ്ട്. ശാന്തഭാവം, ശിവം ശാന്തം ജഗന്നാഥം ശാന്താകാരം ഭുജഗശയനം അല്ലെ, മഹാവിഷ്ണുവിനും ഇതുണ്ട്. അപ്പൊ ശാന്തഭാവമുണ്ട്, രൗദ്രഭാവമുണ്ട്. അതാണ് രുദ്ര ശിവ. അപ്പൊ ഇത് എവിടെയാ? മഹാദേവന് മാത്രമുള്ള ഈ ഭാവം? നമുക്കെല്ലാവർക്കും ഈ ഭാവമുണ്ട്. ആവശ്യത്തിന് കഴിച്ചാൽ ശാന്തം, ആവശ്യത്തിന് കൂടുതൽ കഴിച്ചാൽ രുദ്രം, ഘോരം അല്ലെ. ആവശ്യത്തിന് ഒച്ചയെടുത്ത് സംസാരിച്ചാൽ ശാന്തം, കൂടുതൽ ശബ്ദം എടുത്താൽ ഘോരം, രൗദ്രം. ഇത് ഏത് കാര്യത്തിലും പറയാം. ആവശ്യത്തിൽ കൂടുതൽ കൈകാലിലെടുത്ത് ആംഗ്യമെടുത്ത് സംസാരിച്ചാലോ അത് ഘോരമാണ്. ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ അത് ശാന്തം. ഇതെല്ലാം നമ്മളിലുമുണ്ട്. അപ്പൊ ഭഗവാന്റെ ആ രൗദ്രഭാവം ഇങ്ങനെ പലതിനെ പറ്റി ഇതില് പരാമർശിക്കുന്നുണ്ട് രുദ്രത്തിന്. ഈ രുദ്രത്തിന് പല പേരുണ്ട്. ഒന്ന് ശതരുദ്രീയം എന്നാണ്. ശതരുദ്രി എന്ന് പറയാൻ കാരണം ഇതില് ഭഗവാന്റെ 100 ദേവന്മാരെ പറ്റി, ദേവ രൂപങ്ങളെ ധ്യാനിക്കുന്നുണ്ട് അല്ലെ. കാരണം എന്താണ്? ദേവന്മാർ പ്രീതരാകുന്നത് മന്ത്രങ്ങളിലൂടെയാണ് അല്ലെ, അവര് പ്രീതരാകുന്നത്. അപ്പം ഭഗവാന്റെ ദേവന്റെ 100 നാമങ്ങളെ, 100 രൂപങ്ങളെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ഇതിന് ശതരുദ്രീയം എന്നൊരു പേരുണ്ട്. രുദ്ര സംഹിത എന്നുണ്ട്. സംഹിത എന്ന് പറഞ്ഞാൽ കൂട്ടം. രുദ്രനാമങ്ങളുടെ കൂട്ടമായതുകൊണ്ട് രുദ്ര സംഹിത. രുദ്രപ്രശ്നം എന്നുണ്ട്. രുദ്ര രഹസ്യത്തിലേക്കുള്ള ഒരു അന്വേഷണം എന്നുള്ള അർത്ഥത്തിൽ എന്ത് പറയും? രുദ്ര സംഹിത, രുദ്രപ്രശ്നം എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഇതെങ്ങനെ ചൊല്ലണം? പലതരത്തില് ഇത് ചൊല്ലാൻ സാധിക്കും. അതായത് ഒന്ന് 11 അനുവാകം രുദ്രം നമകം, അത് കഴിഞ്ഞ് 11 അനുവാകം ചമകം. ഇത് പറഞ്ഞാല് ഇതിന് രുദ്രി എന്ന്, സാധാരണ രുദ്രം, രുദ്രി എന്നൊക്കെ പറയും. ഇനി ഏകാദശ രുദ്രം എന്ന് പറഞ്ഞാൽ ആദ്യം 11 പ്രാവശ്യം നമകം ചൊല്ലും, ഒരു ചമകം ചൊല്ലും, ഒരധ്യായം. വീണ്ടും 11 അനുവാകം നമകം ചൊല്ലും, രണ്ടാമത്തെ ചമകം ചൊല്ലും. ഇതാണ് ഏകാദശ രുദ്രം. നമ്മൾ ഏകാദശ രുദ്രമൊക്കെ രുദ്ര ഏകാദശിയൊക്കെ പറയില്ലേ. ഇതിന്റെ 11 വരുമ്പോഴാണ് അത് മഹാരുദ്രമാകുന്നത്. ഇതിന്റെ വീണ്ടും 11 ഇരട്ടി വരുമ്പോൾ, 11 തവണ വരുമ്പോൾ അത് അതിരുദ്രം ആയി. അപ്പൊ അതുകൊണ്ടാണ് 11 ദിവസം ഓരോ 11 ആചാര്യന്മാരുടെ 11 കൂട്ടം, അതിന്റെ നടുവിലെ ശിവലിംഗം, കലശമൊക്കെ വെച്ച് ആ കലശത്തിനെ ചൈതന്യവത്താക്കി അത്രയും ആളുകൾ ജപിച്ച് ചൈതന്യവത്താക്കിയ ജലത്തിനെ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ചൈതന്യം വർദ്ധിക്കുന്നു. അതാണ് മഹാരുദ്ര അതിരുദ്രത്തിന്റെ ഒക്കെ പ്രത്യേകത. പണ്ട് കാലത്ത് ഗൃഹപ്രവേശ ചടങ്ങുകളിലും മരണാനന്തര ചടങ്ങിലൊക്കെ വേദമന്ത്രങ്ങൾ ചൊല്ലും. അതിലേറ്റവും വിശേഷപ്പെട്ടതാണ് ശ്രീരുദ്രം. ഈ ശ്രീരുദ്രത്തിന് നമകം എന്ന് പറയുന്ന ഭാഗം ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയെ കുറിക്കുന്ന മന്ത്രങ്ങളാണ്. ചമകം മുഴുവൻ ആഗ്രഹങ്ങളാണ്, 360 പരം ആഗ്രഹങ്ങളാണ്. അപ്പൊ ഇത് നമ്മിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? കൈവല്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ആധ്യാത്മിക ഉന്നതിക്ക് ഇത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ രുദ്ര ഉപനിഷത്തൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതു തരത്തിൽ നോക്കിയാലും ശ്രീരുദ്രം വളരെ വിശേഷപ്പെട്ടതാണ്. കൊച്ചുകുട്ടി ചെറുപ്പകാലത്ത് രുദ്രവും ചമകവും ചൊല്ലുമ്പോൾ തനിക്ക് ഇവയെല്ലാം സമ്പാദിക്കണമെന്നും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളൊരു മനസ്സ് ഉണ്ടാകും അല്ലേ. ഇന്ന് ഹിന്ദുക്കൾ ആധ്യാത്മികത കൂടി കഴിഞ്ഞപ്പോ സമ്പാദിക്കണ്ട, എന്തിനാ സ്വാമിജി ഇതുകൊണ്ടൊക്കെ നമ്മൾ മേലോട്ട് പോകുമോ എന്ന് ചോദിച്ചിരിക്കുന്ന അവസ്ഥയാണെന്ന് സ്വാമിജി പറയും. സ്വാമിജി പറയും ഇതെല്ലാം മേലോട്ട് കൊണ്ടുപോകാനല്ല അമ്മച്ചി, നമ്മൾ ഈ സമ്പാദിക്കുന്ന മുഴുവൻ കൊടുത്തിട്ട് പോകാനാണ്. അതുകൊണ്ട് ഒരു 60 വയസ്സ് വരെ നല്ലതുപോലെ അധ്വാനിക്കണം, സമ്പദ് സമൃദ്ധമായിട്ട് ജീവിക്കണം അല്ലെ. രാജാക്കന്മാര്, ശ്രീകൃഷ്ണൻ രാജാവല്ലായിരുന്നോ? ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത്. ആർഭാടം കാണിക്കണം എന്നല്ല, സമ്പദ് സമൃദ്ധമായിട്ട് ജീവിക്കണം. പക്ഷെ ചിലയിടത്ത് വരുമ്പോൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ മക്കളൊക്കെ നശ്വരമാണ്, ഭാര്യ നശ്വരമാണ്, ഭർത്താവ് നശ്വരമാണ്, അല്ല ഒന്നും എല്ലാം നശിച്ചു പോകുന്നതാണ് എന്നൊക്കെ. അതിന്റെ അർത്ഥം എന്താണ്? നാളെ ഇവരെല്ലാം പോയി ഉപേക്ഷിക്കണം എന്നല്ല, പരമമായിട്ടുള്ള ശാന്തി ഇവരിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് മതി. അതിനുവേണ്ടി ഇവരെ ആശ്രയിച്ചേക്കരുത്. അത് നമ്മൾ തന്നെ പണിയെടുത്താലേ കിട്ടും.
ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നാളെ ഇവരെല്ലാം അതുകൊണ്ട് ഉപേക്ഷിക്കണമെന്ന് അല്ല. അപ്പൊ അതുകൊണ്ട് ആ ശ്രീരുദ്രത്തിലെ നമകത്തിൽ ആധ്യാത്മിക ഉന്നതിയെ കുറിക്കുന്നവയുണ്ട്. ചമകത്തിൽ ആഗ്രഹങ്ങൾ, ധാരാളം ആഗ്രഹങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവയ്ക്കുള്ള പ്രത്യേകത, ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ക്രോധത്തിന് നമസ്കാരം, അമ്പിന് നമസ്കാരം, വില്ലിന് നമസ്കാരം എന്നൊക്കെയാണ്. എന്താണ്? ഭയങ്കര ക്രോധാകുലനായിട്ടുള്ള ഭഗവാനെ നമ്മൾ പ്രകൃതി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, അതിൽ ക്രോധാകുലനായിട്ടുള്ള ഭഗവാനെ നമ്മൾ സ്തുതിച്ച് നമ്മള് വളരെയധികം ശാന്തവാനാക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശ്രീരുദ്രത്തിനുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമഃശിവായ ഇതിലാണ് വന്നത്, ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് 8ാമത്തെ അനുവാകം. ആ 8ാമത്തെ അനുവാകത്തില് ഓർമ്മ വരുമോ നോക്കാം. നമഃ ശംഭവേ ച മയോ ഭവേ ച നമഃ ശങ്കരായ ച മയസ്കരായ ച നമഃ ശിവായ ച ശിവതരായ ച. നമഃ ശിവായ വന്നത് കണ്ടോ? നമഃ ശംഭവേ ച മയോ ഭവേ ച നമഃ ശങ്കരായ ച മയസ്കരായ ച നമഃ ശിവായ. ഇവിടെയാണ് പഞ്ചാക്ഷര മന്ത്രം വരുന്നത്. ഈ അനുവാദത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് ആര്യ അന്തർജനം ഗർഭിണിയായി പ്രസവിക്കാനായിട്ട് സമയമെടുത്തിരിക്കുകയാണ്. ആരുടെ? ആദിശങ്കരാചാര്യരുടെ അമ്മ ആയിട്ടുള്ള ആര്യാദേവിയുടെ കാര്യമാണ് പറയുന്നത്. ഈ സമയത്ത് കുട്ടിശങ്കരന്റെ അച്ഛൻ ശ്രീരുദ്രൻ ചൊല്ലുകയായിരുന്നു. ശ്രീരുദ്രൻ ചൊല്ലി കറക്റ്റ് ഈ ഭാഗം വന്നപ്പോൾ നമഃ ശംഭവേ ച മയോ ഭവേ ച നമഃ ശങ്കരായ ഇത്ര എത്തിയപ്പോഴാണ് പേറ്റിച്ച് വന്ന് പറയുന്നത് കുട്ടി ഉണ്ടായി എന്ന്. അപ്പോൾ തന്നെ മനസ്സിൽ നാമകരണം ചെയ്തു ശങ്കരൻ. ഈ രീതിയിലാണ് ആ കുട്ടിക്ക് നാമം വന്നത് എന്നാണ് പറയുന്നത്. ഈ 11 അനുവാദത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് സഹസ്രാണി സഹസ്രയോജനേവ ധന്വാനി തന്വസി. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, അതായത് 1000കണക്കിന് യോജനകൾ താണ്ടി പോകുന്നു ഭഗവാന്റെ അമ്പും വില്ലും എന്നൊക്കെയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇവിടെ ഇരുന്ന് ശ്രീരുദ്രം ചൊല്ലിയാൽ അതുകൊണ്ടുള്ള ചൈതന്യം 1000കണക്കിന് യോജന, അതായത് ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ശ്രീരുദ്രം പോലെയുള്ള ചടങ്ങുകള്, രുദ്ര ഏകാദശി, അതിരുദ്രം, മഹാരുദ്രം ഒക്കെ സംഘടിപ്പിക്കുന്നത്. കാരണം ഈ ശബ്ദത്തിന് പവറുണ്ട് അല്ലെ? എന്റെ ശബ്ദം അതിന്റെ ആ ചൈതന്യം വേവ്സ് കൊണ്ടാണ്, തരംഗങ്ങളായിട്ട് ഉള്ളത് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത്രയും പേരിന്ന് ചൊല്ലുമ്പോൾ ഇത് വളരെയധികം പവർഫുൾ ആണ്. ഈ മന്ത്രങ്ങളുടെ കൂട്ടം അത് വളരെയധികം സഞ്ചരിച്ച് അന്തരീക്ഷത്തിനെ അതൊക്കെ വളരെയധികം പറയാനുണ്ട്. അത് ഇതൊക്കെ എങ്ങനെയാണെന്ന് ആളുകൾക്ക് സംശയം തോന്നും, പക്ഷെ നമുക്ക് മുഴുവൻ പറയാൻ സമയമില്ല. ഇങ്ങനെ മനുഷ്യ മനസ്സിനെ മാറ്റിമറിച്ച് ലോക സമാധാനത്തിന് തന്നെ, യുദ്ധത്തിൽ നിന്നൊക്കെ ലോകത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഈ രുദ്ര ഏകാദശി, അതിരുദ്രം, മഹാരുദ്രം പോലെയുള്ളവ സംഘടിപ്പിക്കണമെന്നും. ചൊല്ലാൻ അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പോയി ഇരുന്നത് കേട്ടുകൊണ്ടിരിക്കാം. തെറ്റു ചൊല്ലണ്ട, പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നതും തുല്യമാണ്. അതേ ഫലം നമുക്ക് ഉണ്ടാക്കും. ഇനി ഏത് മന്ത്രവിഭാഗം നോക്കിയാലും നമുക്കറിയാം ബലശ്രുതി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ബലശ്രുതി വിഷ്ണു സഹസ്രനാമം എടുത്താലില്ലേ ബലശ്രുതി പലരും ചൊല്ലാറില്ല. അപ്പൊ ഈ ചമകം വേണമെങ്കിൽ ബലശ്രുതി ആയിട്ട് പറയാം. കുറേ ആഗ്രഹങ്ങളല്ലേ. അപ്പൊ ഈ മന്ത്രമൊക്കെ ചൊല്ലിയാൽ ശരിക്ക്, ഞാനിതിന്റെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ആദ്യ സങ്കടം വരും. നമ്മളിത് ചൊല്ലിയാൽ ഫലശ്രുതി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവാന് പാർഷ്യാലിറ്റി ഉണ്ടെന്നല്ലേ. ഭഗവാനെ നമ്മൾ കുറേ നല്ല രീതിയിൽ ചൊല്ലിയാല് ഭഗവാൻ അവരോട് പ്രീതിപ്പെടും, ബാക്കിയുള്ളവരോട് പ്രീതിയില്ല. എന്നാൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് നമയഭക്ത പ്രണശ്വരി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആരോടും പ്രിയവും ഇല്ല, എനിക്ക് ആരോടും ദേഷ്യവും ഇല്ല. ഇതെല്ലാം കൂടെ ഭഗവാനെ ഇത് എങ്ങനെയാ ചേർന്ന് വരിക? ആ കൺഫ്യൂഷൻ ആയിന്ന് തോന്നുന്നു. ഇത് വളരെ വലിയ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. അതായത് ഇപ്പൊ ഒരു അഗ്നിപർവ്വതം ഉണ്ട് എന്ന് വിചാരിക്കുക. ആ അഗ്നിപർവ്വതത്തിൽ നിന്ന് നമ്മൾ വളരെ മാറി നിൽക്കുകയാണെങ്കിൽ അത്രയും ഫലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. നമ്മൾ അതിന്റെ അടുക്കലോട്ട് വരുന്തോറും എന്ത് വരും? അതിന്റെ ഫലം കൂടും. അഗ്നിപർവ്വതം വല്ലതും ചെയ്തിട്ടാണോ? ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ഭഗവാൻ അവിടെ തന്നെ സാക്ഷി രൂപത്തിലുണ്ട്. നമ്മൾ ജപിക്കുമ്പോൾ, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവും.
നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കുന്നു, സത്കർമ്മങ്ങൾ ചെയ്യുന്നു, ധാർമ്മികമായിട്ട് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് അതിന്റെ ഫലങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഭക്തിയുടെ 3 തലങ്ങളെ പറ്റി ഭാഗവത്തിൽ പറയുന്നുണ്ട്. അധമഭക്തി, മധ്യമഭക്തി, ഉത്തമഭക്തി. അധമഭക്തി എന്ന് പറഞ്ഞാലും അതും ഭക്തി തന്നെയാണ്. നമ്മൾ വിഗ്രഹങ്ങളിലും ഒക്കെ കണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു താല്പര്യം തോന്നണ്ടേ? അതിനുവേണ്ടി ഫലശ്രുതി എഴുതി ചേർത്തിരിക്കുന്നു. ഇതൊക്കെ ലഭിക്കുന്നു. പക്ഷേ യദ്ഭാവം തദ്ഭവതി എന്നുണ്ട്. നമ്മൾ എന്ത് ഭാവത്തിൽ ഭഗവാനെ ആഗ്രഹിക്കുന്നു ആ ഭാവത്തിൽ ഭഗവാൻ നമ്മളിൽ വരുന്നു, നമുക്ക് അതുപോലെ ഉണ്ടാവുന്നു. അപ്പൊ ഭഗവാൻ ഒന്നും ചെയ്തിട്ടല്ല, നമ്മുടെ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കും. നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ഭഗവാന്റെ സാമീപ്യം കൂടുതൽ ഉണ്ടാകുന്നു. കൂടുതൽ സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പോകുന്നു, നമുക്ക് കൂടുതൽ നല്ലത് സംഭവിക്കുന്നു. ഇനി അതല്ല എങ്കിൽ വഴിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ, പ്രാരബ്ധം തീർന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണെങ്കിലും ഈ ശ്രീരുദ്രം എന്ന് പറയുന്നത് വളരെ വളരെ വളരെയധികം വിശേഷപ്പെട്ടതാണ്. യജുർവേദത്തിന് ഉള്ളതാണ്. എവിടെയെല്ലാം ശ്രീരുദ്രം, പൊതുവെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ചൊല്ലാൻ പഠിക്കുന്നത് ശ്രീ സത്യസായി ഓർഗനൈസേഷനാണ്. സത്യസായി ഓർഗനൈസേഷൻ അങ്ങനെ ചൊല്ലാൻ കാരണം ഭഗവാൻ സത്യസായി ബാബ എല്ലാവരോടും നിർബന്ധമായി ശ്രീരുദ്രം പഠിക്കാൻ പറഞ്ഞു. അപ്പൊ വേദാചാര്യന്മാരുടെ നേതൃത്വത്തിൽ പഠിക്കാൻ തുടങ്ങി. ഇന്ന് ഭാരതം മുഴുവൻ സത്യസായി ഓർഗനൈസേഷൻ സമിതിയിലും ഭജനയുള്ള ദിവസങ്ങളിലെല്ലാം ഈ ശ്രീരുദ്രം ഉണ്ട്. ഞങ്ങളൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, കൊറോണ കാലത്ത് ഭഗവാന്റെ നമ്മൾ പ്രകൃതിയോട് കാണിച്ചതിന്റെ രൗദ്ര താണ്ഡവമാണല്ലോ. കൊറോണ കാലത്ത് പ്രത്യേകിച്ച് എങ്ങും പോകാനൊന്നുമില്ല. എല്ലാ ദിവസവും ഞങ്ങള് കുടുംബത്തിലെ കുട്ടികൾ ഞങ്ങളെല്ലാം കൂടെ എല്ലാ ദിവസവും സന്ധ്യക്കിരുന്ന് ശ്രീരുദ്രം ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അത് ചൊല്ലുക. പക്ഷെ ഇതൊരു വേദമന്ത്രമായതുകൊണ്ട് വെറുതെ കാറിലൊക്കെ ഇട്ട്, രമണ മഹർഷി രമണ മഹർഷി കോപിച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ ചുരുക്കാണ്. പക്ഷേ കാറിൽ റെക്കോർഡായിട്ടും ഒന്നും ഇട്ട് വളരെ ലാഘവത്തോടുകൂടി കേൾക്കാനുള്ള മന്ത്രമല്ല, വളരെ ആഴത്തില് തത്വം ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രമാണ്. അതുകൊണ്ട് ഗുരുമുഖത്ത് എന്നുള്ള ഉപദേശപ്രകാരം തന്നെ ഏത് വേദമന്ത്രമാണെങ്കിലും. ഇനി ഇത് ശ്രീരുദ്ര എന്ന് പറയുന്ന ഒരു മന്ത്രം. പുരുഷ സൂക്തം 4 വേദങ്ങളിലും ഉള്ളതാണ്. ശ്രീ സൂക്തമുണ്ട്, ഭാഗ്യസൂക്തമുണ്ട്, മേധാസൂക്തമുണ്ട്. മേധാസൂക്തം എന്തിനു വേണ്ടിയിട്ടാണ്? മേധ, നല്ല ബുദ്ധി ഉണരുന്നതിനായിട്ട്. അപ്പൊ മേധാസൂക്തം നന്നായിട്ട് ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിച്ചാൽ കുട്ടികൾ വളരെ ചെറിയൊരു സൂക്തമാണ്, അധികമൊന്നുമില്ല. ഐകമത്യ സൂക്തം. ഐകമത്യ സൂക്തം എന്തിനാണ്? ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയില് അംഗങ്ങളാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്നും സമൂഹ ആരാധനയുണ്ട്. ലൈനായിട്ട് നിൽക്കും. അതിൽ ഏറ്റവും അവസാനം ചൊല്ലുന്നത് ഐകമത്യ സൂക്തം. അത് കഴിഞ്ഞ് കരചരണ കൃതമ്പൊക്കെ ചൊല്ലും. ഐകമത്യ സൂക്തം എന്തിനാണ്? എല്ലാവരിലും സമൂഹത്തില് നമ്മള് ശാന്തി മന്ത്രം നോക്കിയാൽ അറിയാം, സഹനാഭവതു സഹനൗ പുനർത്തു എന്നല്ലേ. എല്ലാം ഒന്നിച്ചാണ്. ഗുരുവും ശിഷ്യനും നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം, ഒന്നിച്ച് നമുക്ക് ഐശ്വര്യമായിട്ടിരിക്കാമെന്നാണ്. ഇതുപോലെ തന്നെയാണ് ഐകമത്യ സൂക്തം. എല്ലാവരിലും ആ ഐക്യമുണ്ടാകട്ടെ. ഇത് UN തന്നെ അംഗീകരിച്ചതാണ് ഈ ഒരു മന്ത്ര ഓഫ് യൂണിറ്റി, ശ്ലോക ഓഫ് യൂണിറ്റി എന്നത്. അപ്പൊ ഐകമത്യ സൂക്തം കൂടി ഒന്ന് ചൊല്ലാം, അത് കഴിഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. ഓം സംസമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യഃ ഇളസ്പതേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഗച്ഛത്വം സംവദത്വം സംഭോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാ ജുഹോമി സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനി വ സമാനമസ്തു വോ മനോ യഥാവ സുസഹാസതി. ഓം ശാന്തി ശാന്തി ശാന്തി.
ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ ശ്ലോകത്തിൽ എല്ലായിടത്തും സമം 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 സമന്ന് എല്ലാവരും തുല്യമാകട്ടെ, എല്ലാവർക്കും തുല്യമായ രീതിയിൽ എല്ലാം ആ സമഭാവനയോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന്, അതിനായിട്ട് ആ മഹാരുദ്രൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രമിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിലും മനസ്സാ നമസ്കരിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഈ ഒരു പ്രഭാഷണത്തിനായി വീണ്ടും വീണ്ടും മമ്മിയൂരപ്പന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്ന പ്രസാദവകൾ, അതുപോലെ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.